Good morning, my dear students. Welcome to another class of economics. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക്സിലെ റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററാണ്. നിങ്ങൾക്കറിയാം, ഇന്ത്യ ഈസ് ദ ലാൻഡ് ഓഫ് വില്ലേജസ്. മോർ ദാൻ 6 lakh വില്ലേജസ് ഇന്ത്യയിലുണ്ട്. ആയതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ഒരു ഡെവലപ്മെൻറ്റ് വേണം അല്ലെങ്കിൽ വരണം എന്നുണ്ടെങ്കിൽ ഏത് മേഖലയിലാണ് ഏറ്റവും ആദ്യം ഡെവലപ്മെൻറ്റ് വരേണ്ടത്? റൂറൽ ഏരിയയിലാണ് ഡെവലപ്മെൻറ്റ് വേണം. നമുക്ക് നോക്കാം നമ്മുടെ റൂറൽ ഏരിയയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അഗ്രികൾച്ചർ ഈസ് ദ മേജർ സോഴ്സസ് ഓഫ് ലൈവ്ലിഹുഡ് ഇൻ ദ റൂറൽ സെക്ടർ. ദ ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഇൻഡസ്ട്രിയൽ അർബൻ സെൻറ്റേഴ്സ് ഡിഡ് നോട്ട് മീൻ ദ റിയൽ പ്രോഗ്രസ് ഓഫ് ഇന്ത്യ. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയയുടെയും അർബൻ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിൽ ഡെവലപ്മെൻറ്റ് ഉണ്ടായെന്ന് പറയാൻ പറ്റില്ല. ദ റിയൽ പ്രോഗ്രസ് എവിടെ വേണം? റിയൽ പ്രോഗ്രസ് ഇന്ത്യ ക്യാൻ ബി റിയലൈസ്ഡ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയ. ഗ്രാമീണ മേഖലയുടെ ഡെവലപ്മെൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് സംഭവിക്കുള്ളൂ? ഇന്ത്യയുടെ റൂറൽ ഡെവലപ്മെൻറ്റ് വരികയുള്ളൂ. അപ്പോൾ നമുക്ക് ഏറ്റവും ആദ്യം നോക്കേണ്ടത് വാട്ട് ഈസ് ദ മീനിങ് റിലേറ്റഡ് ടു ദ റൂറൽ ഡെവലപ്മെൻറ്റ്. എന്താണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്? വാട്ട് ഈസ് റൂറൽ ഡെവലപ്മെൻറ്റ്? നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു തിയറി അല്ലെങ്കിൽ മീനിങ് എന്താണെന്ന് നോക്കാം. ദ ആക്ഷൻ പ്ലാൻ ഫോർ ദ സോഷ്യൽ ആൻഡ് എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയ. റൂറൽ ഏരിയയുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ആയിട്ടുള്ള ഒരു അപ്ലിഫ്റ്റ്മെൻ്റ് ആണ് ഏതെന്ന് പറയുന്നത് റൂറൽ ഡെവലപ്മെൻറ്റ് പറയുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ വേണ്ടി വരും. സോഷ്യോ എക്കണോമിക് അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയെടുത്ത് ഗ്രാമീണ മേഖലയുടെ ഡെവലപ്മെൻറ്റ് വരുത്തുക എന്നതാണ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് വരുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് സം ഇനീഷ്യേറ്റീവ്സ് നീഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് റൂറൽ ഏരിയാസ് ഇൻക്ലൂഡ്. അപ്പോൾ നമ്മുടെ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് വരുത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യേണ്ട ചില മേഖലകളിൽ നമ്മൾ ആക്ഷൻ പ്ലാനുകൾ നടപ്പിലാക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഒരു മേഖലയാണ് ദ ഡെവലപ്മെൻറ്റ് ഇൻ ദ ഹ്യൂമൻ റിസോഴ്സസ്. നമുക്ക് ഓൾറെഡി നമ്മൾ ഹ്യൂമൻ റിസോഴ്സസുമായിട്ട് ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. ഹ്യൂമൻ ബീയിങ്ങിനെ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റണമെന്നുണ്ടെങ്കിൽ അല്ലെ, ഗിവിങ് ദ ഗുഡ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്, ഗുഡ് ഹെൽത്ത് കണ്ടീഷൻ, ഇൻഫർമേഷൻ, മൈഗ്രേഷൻ എന്ന് പറയുന്ന പോയിന്റുകൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ നൽകുന്നതിലൂടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിനെ ഹ്യൂമൻ ക്യാപിറ്റൽ ആക്കി മാറ്റുമ്പോൾ അവിടെ എന്തുണ്ടായിരിക്കും? ആ ഹ്യൂമൻ ക്യാപിറ്റൽ ആ ഏരിയയുടെ റൂറൽ ഡെവലപ്മെൻറ്റ് നിർണ്ണയിക്കുന്നു. അപ്പോൾ റൂറൽ ഡെവലപ്മെൻറ്റ് നിർണ്ണയിക്കാനുള്ള ഒരു മേഖല ഏതാണ്? ഡെവലപ്മെൻറ്റ് ഇൻ ദ ഹ്യൂമൻ റിസോഴ്സസ്. ദെൻ സെക്കൻഡ് വൺ ദ ലാൻഡ് റിഫോംസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു അല്ലേ, ദ ലാൻഡ് ഡിസ്ട്രിബ്യൂട്ടഡ് എമംഗ് ദ ടില്ലേഴ്സ് ഓഫ് ദ ലാൻഡ്. നമ്മുടെ സർപ്ലസ് ലാൻഡ് അല്ലെങ്കിൽ മെജോറിറ്റിയും ലാൻഡ് ലോട്ടിൻ്റെ കയ്യിൽ നിൽക്കുന്ന ലാൻഡ് അവർക്കൊരു സീലിംഗ് ഓഫ് ദ ലാൻഡ് നിർണ്ണയിക്കുകയും ബാക്കി സർപ്ലസ് ലാൻഡ് ചെയ്യുന്നുണ്ട് ആർക്കാണോ ഭൂമി ഇല്ലാത്തത് അവർക്ക് വീതിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നൽകുന്നതോടുകൂടി അവർക്ക് സ്വന്തമായിട്ട് ജോലി ചെയ്യുകയും അതിലൂടെ ഗ്രാമീണ അല്ലെങ്കിൽ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് വരുത്താൻ സാധിക്കുകയും ചെയ്യുന്നു. ദെൻ ഡെവലപ്മെൻറ്റ് ഓഫ് പ്രോഡക്റ്റീവ് റിസോഴ്സസ് അല്ലേ, നമ്മൾ പ്രോഡക്റ്റീവ് റിസോഴ്സസിൻ്റെ ഡെവലപ്മെൻ്റ് ഒക്കെ വരുത്തി കഴിഞ്ഞാൽ അത് ഏതിനെ വഴിതെളിയിക്കുന്നു? റൂറൽ ഡെവലപ്മെൻറ്റിനെ വഴിതെളിയിക്കുന്നു. ദെൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ മേഖല അല്ലേ, നമ്മുടെ റൂറൽ ഏരിയയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിലേക്ക് എന്ത് വേണ്ടി വരുന്നു? നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് വരുത്തണം. ദെൻ സ്പെഷ്യൽ മെഷേഴ്സ്, നമ്മൾ ചില മേഖലകളിൽ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാംസുകളൊക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ ആ സോഷ്യൽ സെക്യൂരിറ്റി പ്രോഗ്രാമിലൂടെ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് വരാൻ കാരണമാകുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഇനീഷ്യേറ്റീവ്സ് നമ്മൾ നടത്തുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? ഗ്രാമീണ മേഖല അല്ലെങ്കിൽ റൂറൽ ഏരിയ ഡെവലപ്ഡ് ആവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇനി നമുക്ക് നമ്മുടെ ഒരു പ്രത്യേകിച്ച് ഒരു കാര്യങ്ങൾ പറയേണ്ടത്, ഗ്രാമീണ മേഖലയിൽ നമുക്കറിയാം ലിബറലൈസേഷൻ LPG പോളിസി വന്നതോടുകൂടി നമ്മൾ പല മേഖലകളിലും LPG പോളിസിയൊക്കെ നടപ്പിലാക്കി. എന്നാൽ നമ്മുടെ ഗ്രാമീണ മേഖലയിലെ ഡെവലപ്മെൻറ്റും ഒക്കെ നമ്മൾ വരുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ഗ്രാമീണ മേഖല നേരിടുന്ന ചില പ്രോബ്ലംസ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഏരിയ നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണ്? പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദ പ്രോബ്ലംസ് ഓഫ് ദ ഫാർമേഴ്സ് ആൻഡ് ദ അഗ്രികൾച്ചർ കമ്മ്യൂണിറ്റി. ഒന്ന്, അവർ നേരിടുന്നതാണ് ഇൻഡെപ്റ്റ്നെസ്, കടക്കണിയിൽ അല്ലെങ്കിൽ കടത്തിലേക്ക് വരുന്ന ഒരു സ്ഥിതി. പലപ്പോഴും അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു ഗാംബ്ലിംഗ് ആണ്. മൺസൂണിനെ റിലേറ്റഡ് ചെയ്തുകൊണ്ട് മൺസൂൺ ഉണ്ടെങ്കിൽ നല്ലൊരു ഹാർവെസ്റ്റിംഗ് ഉണ്ടാകും. അല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ അവർക്ക് പലപ്പോഴും എന്തിലേക്ക് വരുന്നു? കടക്കണിയിലേക്ക് വരികയും ചെയ്യുന്നു. അപ്പോൾ ഇൻഡെപ്റ്റ്നെസ് അതിൻ്റെ അവിടുത്തെ ഒരു പ്രോബ്ലമാണ്. ലോ പ്രൈസസ് ഓഫ് ദ അഗ്രികൾച്ചർ പ്രൊഡ്യൂസ്. നമ്മൾ ഇനി അഗ്രികൾച്ചർ മേഖലയിലെ ഫാർമേഴ്സ് നേരിടുന്ന മറ്റൊരു പ്രോബ്ലമാണ് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന പ്രോഡക്റ്റുകൾക്ക് മാർക്കറ്റുകളില്ലാത്തതും. മാർക്കറ്റില്ലാത്തൊരവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ പ്രോഡക്റ്റിന് എന്തുണ്ടാവാതെ ഇരിക്കുന്നു? പ്രൈസ് ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു.
Then high cost of the agricultural input. We know that the agricultural inputകൾ പലതും ഉണ്ട് അല്ലേ, അതിലേക്ക് ആവശ്യമായിട്ടുള്ള സീഡ്സുകളും അതേപോലെ തന്നെ പമ്പ് സെറ്റുകളും ട്രാക്ടറുകളും ട്രില്ലറും ഒക്കെ അതിന് ഉപയോഗിക്കുന്ന ഭാഗങ്ങളാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻപുട്ടുകൾക്ക് എന്താണ് ഹൈലി കോസ്റ്റ് വരുന്നത് അഗ്രികൾച്ചർ നേരിടുന്ന മറ്റൊരു വെല്ലുവിളിയാണ്. ദെൻ പവർ ഷോർട്ടേജ്, പലപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം മേഖലയിൽ അവരെന്ത് ചെയ്യുന്നു, പല ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട്. ദെൻ കാഷ്വലൈസേഷൻ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ്. ഇപ്പോൾ കാഷ്വലൈസേഷൻ ഓഫ് ദ എംപ്ലോയ്മെൻറ്റ് നമുക്കറിയാം, കാഷ്വലൈസേഷൻ എംപ്ലോയ്മെൻറ്റ് പലപ്പോഴും ഗ്രാമീണ മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. ദെൻ ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, പലപ്പോഴും പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് മാർക്കറ്റിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ ഒരു ഇമ്പോർട്ടൻസ് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ഇത് ഈ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റിയുടെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ ലാക്ക് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഈസ് വൺ ഓഫ് ദ പ്രോബ്ലം റിലേറ്റഡ് ടു ദ അഗ്രികൾച്ചർ സെക്ടർ. ദെൻ ലാക്ക് ഓഫ് നോൺ ഫാം എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി. ഇപ്പോൾ നോൺ ഫാം എംപ്ലോയ്മെൻറ്റ്, ഇവിടെ ലാക്ക് ഓഫ് നോൺ ഫാം എംപ്ലോയ്മെൻറ്റ്, ഒരു കൃഷിയുമായിട്ട് ബന്ധപ്പെട്ടതല്ലാതെ അതിനോട് റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള നോൺ ഫാം അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖലയല്ലാതെ മറ്റ് മേഖലയിലുള്ള ജോലികൾ ഇല്ലാത്തതും പലപ്പോഴും ഗ്രാമീണ മേഖല അല്ലെങ്കിൽ അഗ്രികൾച്ചർ മേഖല നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. അപ്പോൾ നമുക്ക് അഗ്രികൾച്ചർ മേഖലയിൽ നേരിടുന്ന വെല്ലുവിളികളെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൽ ഒന്നാണ് ക്രെഡിറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞത്, അതേപോലെ തന്നെ മാർക്കറ്റിംഗ് സിസ്റ്റം, ദെൻ ഡൈവേഴ്സിഫിക്കേഷൻ എന്നെ ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൽ ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ട അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ റൂറൽ ഏരിയ നേരിടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസിലെ ഫസ്റ്റ് വൺ വരുന്നത് റൂറൽ ക്രെഡിറ്റ് എന്ന് പറയുന്നതാണ്. മെജോറിറ്റിയും ഫാർമേഴ്സ് എന്താണ്, ലാൻഡ് ലോഡ് എന്നുള്ളത് മാത്രമല്ല നമ്മുടെ മണി ലെൻഡേഴ്സിൻ്റെ പിടിയിലാണ്. കാരണം അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു ഗാംബ്ലിംഗ് ആണ്. അത് കൃഷി ഇറക്കുന്നു, എന്നിട്ട് അതിൽ നിന്ന് വിളവെടുപ്പ് ഉണ്ടാകുന്നു അല്ലെങ്കിൽ ഹാർവെസ്റ്റിംഗ് ഉണ്ടാകുന്നു. ആ ഹാർവെസ്റ്റിംഗ് ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ ഒരു ടൈം ഗ്യാപ്പ് ഉണ്ട്. സോയിങ് പീരീഡും ഹാർവെസ്റ്റിംഗ് പീരീഡും തമ്മിലൊരു ടൈം ഗ്യാപ്പ് ഉണ്ട്. ആ ടൈം ഗ്യാപ്പിൽ പൊതുവെ ഫാർമേഴ്സ് എന്തായിരിക്കും, അൺഎംപ്ലോയിഡ് ആയിരിക്കും. അപ്പോൾ അവർക്ക് പലപ്പോഴും ഈ മണി ലെൻഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ലോൺ എടുത്ത അല്ലെങ്കിൽ കടം വാങ്ങിച്ച പൈസ തിരിച്ചു കൊടുക്കാത്ത ഒരവസ്ഥയ്ക്ക് വരും. ഇത് അഗ്രികൾച്ചർ മേഖലയിൽ ഒരു കടക്കണിയിലേക്ക് വരികയും ഫാർമേഴ്സ് സൂയിസൈഡ് എന്ന മേഖലയിലേക്ക് അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യുന്നതിലേക്കൊക്കെ കാരണമാകുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്നത് റൂറൽ ക്രെഡിറ്റ് ആണ്. ഗ്രാമീണ മേഖലയിൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിലുള്ള മിക്കവാറും ഫാർമേഴ്സ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ വർക്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റൂറൽ ക്രെഡിറ്റുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത്. അവർക്ക് എന്തൊക്കെ ആവശ്യങ്ങൾക്കാണ് റൂറൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ കടം വാങ്ങിക്കുന്നത്, എന്തൊക്കെ ആവശ്യത്തിനാണ് കടം വാങ്ങിക്കുന്നത് നമുക്ക് നോക്കാം. അവർക്ക് പലപ്പോഴും ഫസ്റ്റ് വരുന്നത് ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുന്നത്. ജസ്റ്റേഷൻ പീരിയഡ് എന്ന് പറയുമ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ഹാർവെസ്റ്റിംഗ് പീരിയഡ് ആൻഡ് സോയിങ് പീരിയഡ്. അപ്പോൾ ആ ഒരു പീരിയഡിൽ അവർക്ക് അവരുടെ ലൈഫ് തള്ളി നീക്കണം, ജീവിച്ച് പോകണം എന്നുണ്ടെങ്കിൽ അവർക്ക് ഫണ്ട് ആവശ്യമായിട്ട് വരുന്നു അല്ലെങ്കിൽ ലോൺ ക്രെഡിറ്റ് കടമെടുക്കേണ്ടതായിട്ട് വരുന്നു. ദെൻ ടു പർച്ചേസ് ദ ഇൻപുട്ട് ഫോർ ഫാമിംഗ്, കൃഷിക്ക് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകൾ വാങ്ങിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ പൈസ ഇല്ലാത്ത സമയം വരുമ്പോൾ അവർ കടമെടുക്കേണ്ടതായിട്ട് വരുന്നു. ടു മീറ്റ് ദ അതർ ഫാമിലി എക്സ്പെൻസ്, അവരുടെ ഫാമിലിയിൽ വരുന്ന മറ്റ് ചില ചിലവുകൾ മീറ്റ് ചെയ്യുന്നതിന് പൈസയുടെ അത്യാവശ്യമുണ്ട്, പണത്തിൻ്റെ അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ കടമെടുക്കുന്നത് ഉണ്ട്. ഇനി നമ്മൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ റൂറൽ ക്രെഡിറ്റ് മേഖലയിലെ ചില റെക്കമെൻഡേഷൻസ്, അവർ ചില ഇനീഷ്യേറ്റീവ്സ് ഗവൺമെൻറ് എടുത്തിട്ടുണ്ട്. നമ്മൾ ഗവൺമെൻറ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്ന് പറയാം. നാഷണലൈസേഷൻ ഓഫ് 14 കൊമേഴ്സ്യൽ ബാങ്ക്സ് ഇൻ 1969, 1969 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തു, നമ്മളത്തെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുണ്ടായിരുന്ന ഇന്ദിരാഗാന്ധി 1969 14 കൊമേഴ്സ്യൽ ബാങ്കുകളെ നാഷണലൈസ് ചെയ്തു, രാജ്യത്തിൻ്റെ ബാങ്കുകളാക്കി മാറ്റി നാഷണലൈസ് ചെയ്തു. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദ നബാർഡ് ഇൻ 1982 നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന നബാർഡ് എന്ന് പറയുന്ന അഗ്രികൾച്ചർ മേഖലയ്ക്ക് മാത്രം സ്പെഷ്യലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നബാർഡ് എന്ന് പറയുന്ന ഒരു ബാങ്ക് 1982 സെറ്റപ്പ് ചെയ്തു. ദെൻ എക്സ്പാൻഡിങ് ദ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്തു. പ്രയോറിറ്റി സെക്ടർ മേഖലകളിലേക്ക് കടം കൊടുക്കുന്ന രീതിയിലേക്ക് വന്നു. ദെൻ ദ ഗ്രീൻ റവല്യൂഷൻ, ഇപ്പം നമുക്ക് ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം ഫണ്ട് ആവശ്യമായിട്ട് വരും. കൃഷിയുടെ ഡെവലപ്മെൻറ്റ് ആണല്ലോ ഗ്രീൻ റവല്യൂഷൻ. അപ്പോൾ അത് നടത്താൻ നമ്മൾ സീഡ്സ് മേടിക്കേണ്ടതായിട്ട് വരും, ടില്ലേഴ്സും ഇറിഗേഷൻ ഫെസിലിറ്റിയൊക്കെ സംഘടിപ്പിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനൊക്കെ ഫണ്ട് ആവശ്യം വരും. അപ്പോൾ നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ദ റൂറൽ ക്രെഡിറ്റ് ഫോർ ദ പ്രൊഡക്ഷൻ, അത് പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ഗ്രീൻ റവല്യൂഷൻ്റെ റിലേറ്റഡ് ചെയ്തുള്ള പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ധാരാളം മേഖലയിൽ ഫണ്ടുകൾ ആവശ്യമായിട്ട് വരും. ദെൻ സെറ്റിംഗ് അപ്പ് ഓഫ് ദ സ്മോൾ ഹെൽപ്പ് ഗ്രൂപ്പ് അല്ലേ. അപ്പോൾ സ്മോൾ ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്ന SHG എന്ന് പറയുന്ന ഗ്രൂപ്പുകളെ സെറ്റപ്പ് ചെയ്തു. ദെൻ എസ്റ്റാബ്ലിഷ് ഓഫ് സോഷ്യൽ ബാങ്കിങ്, നമ്മുടെ സോഷ്യൽ ബാങ്കിങ്ങിന് സമൂഹത്തിൽ കുറച്ച് ആൾക്കാരൊക്കെ ഫണ്ട് എടുത്തിട്ട്
ഒരു ഫണ്ട് രൂപീകരിക്കുകയും ജനങ്ങളൊരു ഫണ്ട് എടുത്തിട്ട് രൂപീകരിക്കുകയും ആവശ്യമുള്ള ആൾക്കാർക്ക് വളരെ ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു അങ്ങനെ സോഷ്യൽ ബാങ്കിങ് സിസ്റ്റമൊക്കെ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൽ ഏറ്റവും ആദ്യം ഉണ്ട് മൾട്ടി ഏജൻസി റൂറൽ ക്രെഡിറ്റ് സ്ട്രക്ചർ ഏതൊക്കെയെന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ നബാർഡാണ്, നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് 1982 സ്ഥാപിതമായിട്ട്. പിന്നെ അതേപോലെ തന്നെ ധാരാളം കൊമേഴ്സ്യൽ ബാങ്കുകൾ അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ കേട്ടോ. ദെൻ റൂറൽ ബാങ്ക്, ദെൻ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്. നമുക്ക് നബാർഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. In 1982 നബാർഡ് വാസ് സെറ്റപ്പ് അല്ലേ. നബാർഡ് സ്ഥാപിതമായത് എന്നാണ് 1982 ഇതിൻ്റെ പ്രത്യേകത, ഇറ്റ് ഈസ് ദ അപെക്സ് ബാങ്ക്. It has coordinated the lending activities of all the institutions involved in rural credit. റൂറൽ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള എന്തെല്ലാം ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ടോ ആ ഇൻസ്റ്റിറ്റ്യൂഷനെ ഒരു കോർഡിനേറ്റ് ചെയ്യുക എന്നതാണ് ഈ നബാർഡിൻ്റെ പ്രധാനമായിട്ടുള്ള റോള്. അതേപോലെ തന്നെ റൂറൽ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം വാസ് എക്സ്പാൻഡഡ്. റൂറൽ ഏരിയയിൽ ഗ്രാമീണ മേഖലയിലുള്ള ക്രെഡിറ്റ് സിസ്റ്റം, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സിസ്റ്റം എക്സ്പാൻഡ് ചെയ്യുന്നതിന് നബാർഡ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അടുത്തതാണ് കൊമേഴ്സ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. നമുക്ക് കൊമേഴ്സ്യൽ ബാങ്കുമായിട്ട് ബന്ധപ്പെട്ട് കുറേ പോയിന്റുകളുണ്ട്, ശ്രദ്ധിക്കാം. ഒന്ന്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 1969 ഇന്ദിരാഗാന്ധി എന്ത് ചെയ്തിട്ടുണ്ട്, 14 ബാങ്കുകൾ നമ്മൾ നാഷണലൈസ് ചെയ്തിട്ടുണ്ട്. ദെൻ ബാങ്ക് ബ്രാഞ്ചസ് ഇൻക്രീസ്ഡ് ഷാർപ്ലി, അതിൻ്റെ ഭാഗമായി തന്നെ ബാങ്ക് ബ്രാഞ്ചസ് ഒക്കെ ധാരാളമായിട്ട് വന്നു. ദെൻ മെനി ബാങ്ക്സ് ബ്രാഞ്ചസ് വേർ ഓപ്പൺഡ് ഇൻ റൂറൽ ഏരിയ. ഇപ്പോൾ ഗ്രാമീണ മേഖലയിൽ 1969 14 ബാങ്കുകളെ നാഷണലൈസ് ചെയ്തതിൻ്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മുടെ റൂറൽ ഏരിയയിലൊക്കെ ധാരാളം ബാങ്ക് ബ്രാഞ്ചസ് ഉണ്ടായി. ദെൻ ബാങ്ക് വേർ ടോൾഡ് ടു earmark a part of their lending to the priority sector. അപ്പോൾ ഇത്തരത്തിലുള്ള റീജിയണൽ അല്ലെങ്കിൽ റൂറൽ ഏരിയയിൽ സ്ഥാപിതമായിട്ടുള്ള കൊമേഴ്സ്യൽ ബാങ്കുകളോടൊക്കെ പ്രധാനമായിട്ടും പറഞ്ഞിട്ടുള്ള എന്താ, അഗ്രികൾച്ചർ ഏരിയയിൽ അവർക്ക് അവിടെ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുക, അവിടെ ഒരു റെവല്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ള അർത്ഥത്തിലാണ് ഇത്തരം സ്ഥാപനങ്ങൾ ഉണ്ടായിട്ടുള്ളത്. ദെൻ അഗ്രികൾച്ചർ വാസ് ഇൻക്ലൂഡഡ് ഇൻ ദ പ്രയോറിറ്റി സെക്ടർ. അപ്പോൾ അഗ്രികൾച്ചറിനെ ഏത് സെക്ടറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്, പ്രയോറിറ്റി സെക്ടറിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാങ്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബാങ്കാണ് റീജിയണൽ റൂറൽ ബാങ്ക്, RRB കുറിച്ച് പഠിക്കാം. ഇന്ദിരാഗാന്ധി നടപ്പിലാക്കിയ 20 പോയിന്റ് പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ടാണ് റീജിയണൽ റൂറൽ ബാങ്ക് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ഇറ്റ്സ് മെയിൻ ഒബ്ജക്റ്റീവ് വാസ് ടു പ്രൊവൈഡ് better service and finance at a reduced rate of interest under the easy condition to small and medium scale farmers, skilled craftsmen and small enterprises അല്ലേ. അപ്പോൾ ഇവരുടെ മെയിനായിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്? വളരെ കുറഞ്ഞ റേറ്റിൽ, പലിശ നിരക്കിൽ എന്ത് ചെയ്യുക, റൂറൽ ഏരിയയിൽ ഇത്തരം പറഞ്ഞിട്ടുള്ള ആൾക്കാർക്കൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നാണ്. 5 rural regional banks were established in 1975 for in rural areas. അപ്പോൾ 1975 ഇതിൻ്റെ ഭാഗമായിട്ട് റീജിയണൽ റൂറൽ ബാങ്ക് സ്ഥാപിതമാകുന്നതിൻ്റെ ഭാഗമായിട്ട് 5ഓളം ബാങ്ക് ഇന്ത്യയിൽ സ്ഥാപിതമായിട്ടുണ്ട് 1975. ഇനി അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് ആണ്. നമ്മൾ കോഓപ്പറേറ്റീവിനെ കുറിച്ചിട്ട് നമ്മൾ ബിസിനസ് സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിവിടെ കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് ഫെസിലിറ്റീസ് അല്ലെങ്കിൽ സൊസൈറ്റീനെ കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ, കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റീസ് പ്രൊവൈഡഡ് ഷോർട്ട് ടേം ലോൺസ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ടു ദ ലോ ഇൻകം പീപ്പിൾ ഇൻക്ലൂഡിംഗ് ദ പുവർ പെസൻസ്. ഇപ്പോൾ ഇവിടെ പറയുന്നത് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഷോർട്ട് ടേം ലോൺസ് അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ ഫാർമേഴ്സിന് എന്ത് ചെയ്യുന്നുണ്ട്, ലോണുകൾ പ്രൊവൈഡ് ചെയ്യുകയും ടു ലോ ഇൻകം പീപ്പിൾ, ആർക്കാണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത്, പുവർ ഫാർമേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കും അതേപോലെ തന്നെ ലോ ഇൻകം പീപ്പിളിനെയും ലോണുകൾ പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് കോഓപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലക്ഷ്യം. റൂറൽ ക്രെഡിറ്റുമായിട്ടുള്ള അടുത്ത ടോപ്പിക്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. അതിന് മറ്റൊരു പേരും കൂടി ഉണ്ട്, ലാൻഡ് മോർട്ടേജ് ബാങ്ക് എന്നുള്ള രീതിയിൽ, ഭൂപണയ ബാങ്ക് അല്ലേ, ഭൂപണയ ബാങ്ക് എന്നുള്ള രീതിയിലും കൂടി പറയുന്നുണ്ട്. ഇവയുടെ പ്രധാനമായിട്ടുള്ള റോൾ എന്തെന്നാൽ, നമ്മൾ ഷോർട്ട് ടേം ലോണുകളാണ് ഇതിൻ്റെ മുന്നുള്ളതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അഗ്രികൾച്ചർ ഏരിയയിൽ ഒരു ലോങ് ടേം ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഴ്സാണ് ഏതെന്ന് പറഞ്ഞത്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്. ഇപ്പോൾ എന്താണെന്ന് നോക്കാം. ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ടു കാറ്റർ ദ റൂറൽ പീപ്പിൾ ടു ദെയർ ലോങ് ടേം ലോൺ അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലേ.
ലോങ് ടേം ലോണ് അഗ്രികൾച്ചർ ഏരിയയിലെ ആൾക്കാർക്ക് പ്രൊഡക്ഷൻ നടത്തുന്നതിലുപരി അഗ്രികൾച്ചർ അസറ്റുകൾ നേടിയെടുക്കുന്നതിന് വേണ്ടി, അസറ്റുകൾ എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ട്രാക്ടറുകൾ, ടില്ലറുകൾ, അതേപോലെ തന്നെ ലാൻഡ്, അഗ്രികൾച്ചർ ലാൻഡ് ഒക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോങ് ടേം ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കുകളാണ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓർ ലാൻഡ് മോർട്ടേജ് ബാങ്ക് എന്നുള്ളത് പറയുന്നത്. ഇനി ദേ ഫങ്ഷൻ ഇഫക്റ്റീവ്ലി ഇൻ റൂറൽ കോപ്പറേറ്റീവ് സെക്ടർ, അല്ലേ? റൂറൽ കോപ്പറേറ്റീവ് സെക്ടറിൽ വളരെ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ബാങ്കാണ് ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക്. ടു പർച്ചേസ് ദ അഗ്രികൾച്ചർ അസറ്റ്, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അഗ്രികൾച്ചർ അസറ്റുകളായിട്ടുള്ള ട്രാക്ടറുകൾ, ടില്ലറുകൾ, വലിയ മെഷീനുകൾ, ഇപ്പോൾ നമുക്കറിയാം കൊയ്ത്ത് നടത്താനായിട്ട് വലിയ വലിയ മെഷീനുകളുണ്ട്, അതേപോലെ തന്നെ ഞാറ് നടുന്നതിന് വേണ്ടിയിട്ട് മെഷീനുകളുണ്ട്. ഇത്തരത്തിലുള്ള അസറ്റുകളൊക്കെ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ലോൺ പ്രൊവൈഡ് ചെയ്യുന്ന ബാങ്കാണ് ഏതെന്ന് പറഞ്ഞത് ലാൻഡ് ഡെവലപ്മെൻറ്റൽ ബാങ്ക് എന്ന് പറഞ്ഞത്. പ്രത്യേകിച്ച് ടു പർച്ചേസ് ദ അഗ്രികൾച്ചർ അസറ്റ് ഇൻ റൂറൽ ഏരിയാസ്, സ്മോൾ ഫാർമേഴ്സ് റിക്വയർസ് ലോൺ അറ്റ് ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അല്ലേ? അതിൻ്റെ ചില കണ്ടീഷൻസും ലോ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിലും അവർക്ക് ലോൺ ലഭിക്കേണ്ടതുണ്ട്. ദിസ് ലോൺ ക്യാൻ ബി ഇഫക്റ്റീവ്ലി യൂട്ടിലൈസ് ടു ഡെവലപ്പ് ദ അഗ്രികൾച്ചർ ലാൻഡ് ഓൾറെഡി ഇൻ ദർ പൊസിഷൻ. അവരുടെ കയ്യിൽ ഓൾറെഡി ഉള്ള ലാൻഡ് ഒന്നും കൂടി നല്ല രീതിയിൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട്, പ്രൊഡക്ഷൻ നല്ല രീതിയിൽ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ബാങ്കുകൾ എന്ത് ചെയ്യുന്നുണ്ട്? ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. ദെൻ അടുത്തത് വരുന്നതാണ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ്, ഈ ഒരു വാക്കിൽ നിന്ന് തന്നെ നമുക്ക് ഇതിൻ്റെ മീനിങ് മനസ്സിലാക്കാം, അല്ലേ? സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആസ് ദ നെയിം ഇംപ്ലൈസ് ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഹു ഹെൽപ്ഡ് ടു ഈച്ച് അതർ ആൻഡ് ദെയർ ബൈ ദംസെൽവ്സ്, അല്ലേ? അവർ പരസ്പരം ആൾക്കാർ അവർ തന്നെയാണ് ഫോം ചെയ്തത്. ഒരു 10 25 മെമ്പേഴ്സ്, 10 25 മെമ്പേഴ്സൊക്കെ അടങ്ങുന്ന രീതിയിൽ, മിനിമം ഒരു 10 അല്ലെങ്കിൽ മാക്സിമം ഒരു 25 വരുന്ന ഉള്ള രീതിയിൽ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അവർ പരസ്പരം അതിൽ നിന്ന് അവർക്ക് ഫണ്ടുകളൊക്കെ കളക്ട് ചെയ്തിട്ട് അതിൻ്റെ അവരുടെ കയ്യിൽ നിന്നുള്ള സേവിങ്, ചെറിയ ചെറിയ എമൗണ്ടുകളായിരിക്കാം, ഒരു 20 റുപ്പീസോ 30 റുപ്പീസോ 40 റുപ്പീസോ ഉള്ള രീതിയിൽ സേവിങ് നടത്തുകയും ആ സേവിങ്ങിലൂടെ ഒരു ഫണ്ട് കളക്ട് ചെയ്യുകയും എന്നിട്ട് ആവശ്യക്കാരായിട്ടുള്ള ആൾക്കാർക്ക് വളരെ കുറഞ്ഞ റേറ്റിൽ പലിശ നിരക്കിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഫണ്ട് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിക്കുന്ന ഒരു സോഴ്സസ് ഓഫ് ഫണ്ട് അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് എന്ന് പറഞ്ഞത് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ആസ് ദ നെയിം ഇംപ്ലൈസ് ദ ഫോം ഓഫ് ഗ്രൂപ്പ് ഓഫ് മെമ്പേഴ്സ് ഹു ഹെൽപ്ഡ് ഈച്ച് അതർ ആൻഡ് ദെയർ ബൈ ദംസെൽവ്സ്. അപ്പോൾ എന്ന് പറഞ്ഞു ദെൻ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് എമർജ്ഡ് ടു ബ്രിഡ്ജ് എ മേജർ ഗ്യാപ്പ് ഇൻ ദ ഫോർമൽ ക്രെഡിറ്റ് സിസ്റ്റം, അല്ലേ? നമ്മൾ ഒരു മേജർ ക്രെഡിറ്റ് സിസ്റ്റം ബാങ്കിൽ നിന്നൊക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ചിലപ്പോഴും നമുക്ക് ലോൺ കിട്ടുന്നതിന് ഇതിനൊക്കെ കുറേ സന്ദർഭങ്ങൾ കിട്ടും. പ്രത്യേകിച്ച് അഗ്രികൾച്ചർ മേഖലയിൽ പെട്ടെന്ന് തന്നെ ഫാർമേഴ്സിന് ഫണ്ട് ആവശ്യമുള്ളത് കൊണ്ട് തന്നെ ഈ ബാങ്കിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ അന്വേഷിക്കുമ്പോൾ കുറച്ച് സമയം എടുക്കുന്നതിനാൽ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളിൽ നിന്ന് ഫണ്ടുകൾ സ്വീകരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകളുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. നോൺ അവൈലബിലിറ്റി ഓഫ് ദ ക്രെഡിറ്റ് അറ്റ് അഫോർഡബിൾ റേറ്റ് ടു ദ പുവർ, അത് വളരെ കുറഞ്ഞ റേറ്റിലാണ് ഇവരെന്ത് ചെയ്യുന്നത്? ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ഒരു കാര്യമുണ്ട്, കുടുംബശ്രീ എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയാം നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ മാത്രമല്ല, കുടുംബശ്രീ ഇപ്പോൾ പ്രത്യേകിച്ച് സ്ത്രീകളാണുള്ളത്. ദെൻ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്, അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നുണ്ട്, നെയ്ബർഹുഡ് ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്ക് എന്താണെന്നുള്ള വിശദീകരിക്കാം. കുടുംബശ്രീ ഈസ് എ സക്സസ്ഫുൾ വുമൻസ് എംപവർമെൻറ്റ് പ്രോഗ്രാം ഇൻ കേരള ബേസ്ഡ് ഓൺ ദ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് മോഡൽ. ഇപ്പോൾ സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പിൻ്റെ മോഡലിൽ കേരളത്തിലെ നമ്മുടെ സ്ത്രീകൾ അവരുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അവരുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപീകരിച്ച ഒരു പ്രോഗ്രാമാണ് കുടുംബശ്രീ പ്രോഗ്രാം. ഇത് എന്താണെന്നുള്ളത് നോക്കാം. ഇറ്റ് ഈസ് എ പോവർട്ടി ഇറാഡിക്കേഷൻ മിഷൻ ലോഞ്ച്ഡ് ഇൻ 1998. 1998 നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയി, അല്ലേ? വാജ്പേയി ആണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ കുടുംബശ്രീ എന്ന് പറയുന്ന പ്രോഗ്രാം സക്സസ്ഫുള്ളായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തത്. ബിൽറ്റ് ഓൺ ദ ഇപ്പോൾ ഇതിനെ പറയുന്നത് നൈബർഹുഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അയൽക്കൂട്ടങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിൻ്റെ കുടുംബശ്രീയുടെ തന്നെ ഉള്ള ഒരു ഗ്രൂപ്പാണ് അയൽക്കൂട്ടങ്ങൾ. നിങ്ങളുടെ നാട്ടിൻപുറത്ത് അയൽക്കൂട്ടങ്ങൾ ഉണ്ടായിരിക്കും. നാട്ടിൻപുറത്തുള്ള സ്ത്രീകളെല്ലാവരും കൂടിയിട്ട് ഒരു ഞായറാഴ്ചകളൊക്കെ ഒരു വീടുകളിൽ ഒത്തുകൂടിയിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരുടെ കയ്യിലുള്ള ചെറിയ ചെറിയ ഫണ്ടുകൾ അതിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയും ആ ഫണ്ടുകൾ എന്ത് ചെയ്യുന്നുണ്ട്? വലിയൊരു ഫണ്ടാക്കിയിട്ട് ബാക്കി ആർക്കാണോ ആവശ്യമുള്ളത് അവർക്ക് അത് ലോണായിട്ട് കൊടുക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ റേറ്റ് ഓഫ് പലിശ നിരക്കിൽ അത് കൊടുക്കുക. അപ്പോൾ നൈബർഹുഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് കുടുംബശ്രീ എയിം
അറ്റ് ലിബറേറ്റിംഗ് ദ വിമൺ ഫ്രം ദ പോവർട്ടി, അല്ലേ, നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്ന സ്ത്രീകളെ അതിൽ നിന്നും ഒഴിവാക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് പോവർട്ടി. നോട്ട് ബൈ ഗിവിംഗ് ദം എയ്ഡ് ബട്ട് ബൈ പ്രൊമോട്ടിംഗ് ദെയർ എൻ്റർപ്രണർ സ്കിൽ, അല്ലേ. അപ്പോൾ വെറും അവർക്ക് നേരിട്ട് പൈസ കൊടുക്കുക എന്നുള്ളതിലുപരി അവർക്ക് എന്തെങ്കിലും സ്കില്ലുകൾ നേടിയെടുത്തിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ജോലിയിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ വർക്ക് ചെയ്തിട്ടോ അവരുടെ എൻ്റർപ്രണർ സ്കില്ല് ഡെവലപ്മെൻറ്റ് ചെയ്തതിലൂടെ അവർക്ക് ഇൻകം നേടിയെടുക്കുക. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഗ്രാംസാണ് പ്രധാനമായിട്ടും കുടുംബശ്രീ. നമുക്കറിയാം കുടുംബശ്രീ ഇന്ന് പല മേഖല, നമ്മുടെ അച്ചാർ നിർമ്മാണം, പലതരത്തിലുള്ള സാധനങ്ങൾ നിർമ്മാണം, പിന്നെ അതേപോലെ തന്നെ കിണർ കുഴിക്കുന്നത്, പ്ലോട്ടുകൾ വൃത്തിയാക്കുന്നത്, റോഡ് കൃഷി നടത്തുന്നത്, അഗ്രികൾച്ചർ, അല്ലേ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, ആ മേഖലയിലൊക്കെ ഇന്ന് കുടുംബശ്രീ സ്ത്രീകൾ അല്ലെങ്കിൽ കുടുംബശ്രീ അംഗങ്ങളായിട്ട് ആൾക്കാർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ പറയുന്നത് നോക്കാം. ബട്ട് ബൈ ദ പ്രൊമോട്ടിംഗ് ദെയർ എൻ്റർപ്രണർ സ്കിൽ, കേരള ഹാസ് കുടുംബശ്രീ പ്രോഗ്രാം ഹാസ് ലാർജ് നമ്പർ ഓഫ് സക്സസ്ഫുൾ പ്രോജക്റ്റ് ഇംപ്ലിമെൻറ്റഡ് ബൈ വിമൻ. നമ്മുടെ കേരളത്തിൽ ഇപ്പം ഞാൻ നേരത്തെ എക്സാമ്പിളായിട്ട് പറഞ്ഞതുപോലെ തന്നെ പലതരത്തിലുള്ള പണ്ട് ഉണ്ടായിരുന്നത് അവരൊരു വീട്ടിൻ്റെ അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ചേർന്നിട്ട് പറമ്പുകൾ വൃത്തിയാക്കുക, മഴക്കുഴി നിർമ്മിക്കുക തുടങ്ങിയ പ്രോഗ്രാമുകളിൽ നിന്നൊക്കെ മാറി ഇന്ന് ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് കുടുംബശ്രീ പ്രോജക്റ്റുകൾ ഇന്ന് മാറിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഇതിന് പോസിറ്റീവ് സൈഡുണ്ട്, നെഗറ്റീവ് സൈഡുകളുണ്ട്. പിന്നെ പോസിറ്റീവ് സൈഡുകൾ എന്ന് പറയുമ്പോൾ സ്ത്രീകൾക്ക് ജോലികൾ ലഭിക്കുന്നു, അവരുടെ എൻ്റർപ്രണർ സ്കില്ല് വർദ്ധിപ്പിക്കുന്നു, അവരുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ വർദ്ധിപ്പിക്കുന്നതിനോടുകൂടി അവർക്ക് ഇൻകം കൂടുതലായിട്ട് കിട്ടുന്നു, അവരുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വർദ്ധിപ്പിക്കുന്നുണ്ട്. പക്ഷേ ഇതൊരു ഇഫക്റ്റീവായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടതുണ്ട്. പലപ്പോഴും ഞാൻ എൻ്റെ നാടുകളിൽ കാണുന്നത് സ്ത്രീകൾ ഇത്തരത്തിലുള്ള കുടുംബശ്രീയുടെ അംഗങ്ങൾ ഒരു പ്ലോട്ടിലെത്തു കൂടുന്നു, അവർ കഥ പറഞ്ഞിരിക്കുന്നതൊക്കെ കാണാറുണ്ട്. അപ്പോൾ ക്രിട്ടിക്കലി നിങ്ങളിതിനെ ഞാൻ വ്യൂ ചെയ്യുന്നത് മാത്രമല്ല നിങ്ങൾ വ്യൂ ചെയ്യുന്നതും കൂടി രീതിയിൽ നിങ്ങൾ അതിൻ്റെ ആൻസർ എഴുതേണ്ടതുണ്ട്. ദെൻ റൂറൽ ബാങ്കിങ്ങിന് ഒരു ക്രിട്ടിക്കൽ അപ്രൈസലാണ് നമ്മൾ ഇവിടെ നൽകുന്നത്. നമുക്കിവിടെ പറയുന്നുണ്ട് മെനി ഇനിഷ്യേറ്റീവ് ടേക്കൻ ബൈ ദ ഗവൺമെൻറ് ടു സ്ട്രെങ്തൻ ദ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം ബെനിഫിറ്റഡ് ദ ഫാർമേഴ്സ്. നമ്മൾ ധാരാളം ഇങ്ങനെ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം നാഷണലൈസ് ചെയ്തത്, ബാങ്ക് ബ്രാഞ്ചസ് വർദ്ധിപ്പിച്ചത്, സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, കോപ്പറേറ്റീവ് ബാങ്ക്സുകൾ ഉണ്ടാക്കിയത്, നബാർഡ് 1982 നബാർഡൊക്കെ വന്നത്. അപ്പോൾ കുറേ പോസിറ്റീവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഫാർമേഴ്സിൻ്റെ ബെനിഫിറ്റഡ് ആയിട്ടുള്ള കുറേ പ്രോഗ്രാംസുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ക്രെഡിറ്റ് അവൈലബിലിറ്റി പ്ലേഡ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ദ സക്സസ്ഫുൾ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ. നമ്മുടെ ഗ്രീൻ റെവല്യൂഷൻ്റെ കാലഘട്ടത്തിൽ ഈ റൂറൽ ക്രെഡിറ്റ് സിസ്റ്റം പലപ്പോഴും നമ്മളെ ഹൈ ഹിൽഡ് വെറൈറ്റി ഓഫ് സീഡ്സ്, അതേപോലെ തന്നെ ട്രാക്ടേഴ്സ്, ടില്ലേഴ്സ്, പമ്പ് സെറ്റുകൾ അതൊക്കെ വാങ്ങിച്ചെടുക്കുന്നതിന് ഫാർമേഴ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഇത്തരത്തിലുള്ള റൂറൽ ക്രെഡിറ്റൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ many small and merchant farmers are still at the mercy of cutthroat village money lenders. പലപ്പോഴും ഇപ്പോഴും ഇങ്ങനൊക്കെ കാര്യങ്ങൾ നടപ്പിലാക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും ചില മാർജിനൽ ഫാർമേഴ്സൊക്കെ, ചുരുക്കം ചില ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും മണി ലെൻഡേഴ്സിൻ്റെ ഒരു പിടിയിൽ അമർന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നമുക്കറിയാം മണി ലെൻഡേഴ്സിൻ്റെ പിടിയിൽ വരുമ്പോൾ അവർക്ക് അത് തിരിച്ചു കൊടുക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ അവർ സൂയിസൈഡ്, അപ്പോൾ പ്രത്യേകിച്ച് വയനാട് മേഖലകളിലും ഒക്കെ പണ്ടുണ്ടായിട്ടുള്ള സൂയിസൈഡിന് ഒരു കാരണം ഇത്തരത്തിലുള്ള റൂറൽ ക്രെഡിറ്റ് മേഖലയിലെ നമ്മളുള്ള ബ്ലേഡ്, അല്ലെ, ബ്ലേഡ് പലിശ എന്ന് പറയുന്നത്. അപ്പോൾ ബ്ലേഡായിട്ട് ഉള്ള പലിശ രേഖപ്പെടുത്തിയിട്ട് അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്തതിൻ്റെ ഭാഗമാണ് എന്നുള്ള രീതിയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഡിസ്കസ് ചെയ്യേണ്ടത് അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. നമുക്ക് അഗ്രികൾച്ചർ റൂറൽ ഏരിയയിലെ പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഒന്ന് അഗ്രികൾച്ചർ മേഖല നേരിടുന്ന മറ്റൊരു പ്രോബ്ലമാണ് ക്രെഡിറ്റ് സിസ്റ്റം. നമ്മൾ ഓൾറെഡി ആ ക്രെഡിറ്റ് സിസ്റ്റം എങ്ങനെയൊക്കെ ഉണ്ട് അതൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാവുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരാവുന്ന പ്രോഗ്രാംസിനെ കുറിച്ചൊക്കെ നമ്മൾ പറഞ്ഞു. ഇനിയുള്ളത് അഗ്രികൾച്ചറിൻ്റെ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് പ്രൊഡ്യൂസ് ചെയ്ത ആൾക്കാർക്ക് ആ പ്രോഡക്റ്റ് വിറ്റൊഴിക്കാൻ പറ്റാത്ത ഒരവസ്ഥ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. പലപ്പോഴും ഞാനൊക്കെ പണ്ട് എൻ്റെ നാട്ടിൻപുറത്ത് കൃഷിയൊക്കെ ചെയ്തിരുന്ന സമയത്ത് വെള്ളരിക്കും ഇപ്പോൾ ഈ മഞ്ഞുകാലങ്ങളാകുമ്പോൾ അല്ലെങ്കിൽ സെയ്ത് വിളകൾ എന്ന് പറയാറുണ്ട്, ഖാരിഫ്, റാബി, സെയ്ദ്. അപ്പോൾ അതിൽ സെയ്ദ് വിളകൾ ഉള്ള സമയത്ത് ചെയ്യുമ്പോൾ അത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഒക്കെയാണ് നമ്മൾ ചെയ്യുക. അപ്പോൾ ഈ വെജിറ്റബിൾസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മളത് ഓവർ പ്രൊഡക്ഷൻ ഉണ്ടാകുമ്പോൾ അത് എന്താണ് കൊണ്ടുപോയി വിൽക്കുമ്പോൾ നമുക്ക് ഒരു വെള്ളരിക്കയോ അല്ലെങ്കിൽ കുമ്പളങ്ങയോ മത്തയൊക്കെ കൊണ്ടുപോയിട്ട് നമ്മൾ നാട്ടിൻപുറത്തുള്ള കടകളിൽ കൊണ്ടുപോയി വിൽക്കുമ്പോൾ അതിന് 1 കിലോഗ്രാമിന് 2 രൂപ 3 രൂപ ഒക്കെ എന്നുള്ള റേറ്റിലാണ്. പക്ഷെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അതിനെ കിലോനെ 10ഉം 15ഉം 50ഉം ഒക്കെ അവർ വാങ്ങിക്കാറുണ്ട്. പക്ഷെ നമ്മൾ കൊണ്ടുപോയിട്ട് വിൽക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ പ്രോഡക്റ്റുകൾക്ക് റേറ്റ് വളരെ കുറഞ്ഞ രീതിയിലേക്കാണ് നൽകുന്നത്. അപ്പോൾ ഇതിന് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ മാർക്കറ്റിംഗ് സിസ്റ്റം. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിനാവശ്യമായിട്ടുള്ള എവിടെയാണ് അത് വിറ്റൊഴിക്കേണ്ടത്, എവിടെയാണത് വിൽക്കാനുള്ള സ്ഥലം എന്നുള്ളത് മാർക്കറ്റിംഗ് ചെയ്യുന്നതിനുള്ള ഒരു അപര്യാപ്തതയാണ്. അപ്പോൾ ഈ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് കൂടി നമ്മൾ മനസ്സിലാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് റൂറൽ ക്രെഡിറ്റ് അല്ലെങ്കിൽ റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമുക്കിവിടെ നോക്കാം.
It involves അപ്പോൾ എന്തൊക്കെയാണ് അഗ്രികൾച്ചർ മാർക്കറ്റിംഗ്? ഇറ്റ് ഇൻവോൾവ്സ് അസംബ്ലിംഗ് ദ സ്റ്റോറേജ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, പാക്കിംഗ് ആൻഡ് ഗ്രേഡിംഗ് എക്സെട്ര. അപ്പോൾ ഇതിൽ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് എന്ന് പറയുമ്പോൾ വെറും സാധനം പ്രൊഡ്യൂസ് ചെയ്യൽ മാത്രമല്ല, ആ പ്രൊഡ്യൂസ് ചെയ്ത സാധനത്തിന് അസംബ്ലിങ് ചെയ്യണം. എവിടെയെങ്കിലും നമ്മൾ ഒരുമിച്ച് അതിനെ കൃത്യമായിട്ട് അസംബ്ലിങ് ചെയ്യണം, സ്റ്റോറേജ് ചെയ്യണം. അതേപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി ഉപയോഗിച്ചുകൊണ്ട് എവിടെയാണ് അതിൻ്റെ മാർക്കറ്റ് ഉള്ളത്, ആക്ച്വൽ മാർക്കറ്റ് എവിടെയാണ് അവിടേക്ക് എത്തിക്കണം, അതിനെ നല്ല രീതിയിൽ പാക്കേജ് ചെയ്യണം, പിന്നെ അതിനെ ക്വാളിറ്റിക്ക് അനുസരിച്ച് ഗ്രേഡിങ് ചെയ്യണം. ഇത്തരം പ്രോസസ്സൊക്കെ ഏതിൽ വരുന്നു? അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിൽ വരുന്നു. അപ്പോൾ നമുക്ക് പലപ്പോഴും ഇൻഡിപെൻഡൻസിന് ശേഷം നമ്മുടെ ഫാർമേഴ്സൊക്കെ ഇത്തരത്തിലുള്ള അഗ്രികൾച്ചർ മാർക്കറ്റിൻ്റെ കുറേ പ്രോബ്ലംസ് നേരിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രികൾച്ചർ മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ പ്രോബ്ലംസ് ഇമ്പ്രൂവ് ചെയ്യുന്ന അല്ലെങ്കിൽ സോൾവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുറേ ആസ്പെക്റ്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഫസ്റ്റ് എന്താ? റെഗുലേഷൻ ഓഫ് മാർക്കറ്റ്, അല്ലേ? മാർക്കറ്റുകളെ നിയന്ത്രിക്കുക. മാർക്കറ്റുകളെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത് മാർക്കറ്റുകളിൽ പലപ്പോഴും ദ ഫോഴ്സസ് ഓഫ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ ഒക്കെ അനുസരിച്ചിട്ടായിരിക്കും പലപ്പോഴും എന്തായിരിക്കും പ്രോഡക്റ്റിൻ്റെ വിലകൾ വരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള മാർക്കറ്റുകളെ ഒരു നിയന്ത്രിക്കുക, അവിടെ കൃത്യമായിട്ടുള്ള ന്യായമായിട്ടുള്ള അല്ലെങ്കിൽ ഫെയർ പ്രൈസ് ഓരോ ഫാർമേഴ്സിനും പ്രൊഡ്യൂസ് ചെയ്ത ഏതൊരു പ്രോഡക്റ്റിനും ഫാർമേഴ്സിന് ലഭിക്കണം എന്നുള്ള രീതിയിൽ ആ മാർക്കറ്റുകളെ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളത് ഒരു ഇനിഷ്യേറ്റീവ് ആയിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ സെക്കൻഡ്, പ്രൊവിഷൻ ഓഫ് ദ ഫിസിക്കൽ സ്ട്രക്ചർ. നമുക്ക് അതിനാവശ്യമായിട്ടുള്ള ഒരു അഗ്രികൾച്ചർ മാർക്കറ്റിന് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റുകൾ വിറ്റൊഴിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു സ്ട്രക്ചർ, ഒരു സ്ഥലം ഉണ്ടാക്കിയെടുക്കുക. ദെൻ കോപ്പറേറ്റീവ് മാർക്കറ്റിംഗ്, കോപ്പറേറ്റീവ് എല്ലാവരും സഹകരിച്ചുകൊണ്ടുള്ള സാധനങ്ങൾ വിൽപ്പന ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ദെൻ ഫോർത്ത്, പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഏതൊക്കെയാണ്? അഷുറൻസ് ഓഫ് MSP, ദെൻ മെയിൻറ്റെയിനിങ് ഓഫ് ബഫർ സ്റ്റോക്ക്, ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫുഡ് ഗ്രെയിൻസ് ആൻഡ് ഷുഗർ ത്രൂ ദ PDS സിസ്റ്റം, അല്ലേ? നമ്മൾ പബ്ലിക് PDS സിസ്റ്റം എന്ന് പറയുന്നത് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റമാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സിസ്റ്റത്തിലൂടെയൊക്കെ സാധനങ്ങളൊക്കെ കൃത്യമായിട്ടുള്ള നല്ലൊരു പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ നടപ്പിലാക്കി കഴിഞ്ഞാൽ നമുക്ക് അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിനെ കൃത്യമായിട്ട് നമുക്ക് നടപ്പിലാക്കാവുന്നതാണ്. അഗ്രികൾച്ചർ മാർക്കറ്റിങ്ങിലെ വലിയൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഫാർമേഴ്സിന് അവരുടെ പ്രോഡക്റ്റുകൾക്ക് ഫെയർ പ്രൈസ് ലഭിക്കുന്നില്ല എന്നതാണ്. കാരണം പ്രൊഡ്യൂസറിൻ്റെയും കൺസ്യൂമറിൻ്റെയും ഇടയിൽ വരുന്ന മിഡിൽമെൻസ് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ആക്ച്വൽ ഫാർമേഴ്സിന് പ്രോഡക്റ്റുകൾക്ക് ഫെയർ പ്രൈസ് ലഭിക്കാത്തത്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇത്തരം ചാനലുകളുടെ അല്ലെങ്കിൽ ഇത്തരം മാർക്കറ്റുകളുടെ പ്രത്യേകത പ്രൊഡ്യൂസേഴ്സ് നേരിട്ട് കൺസ്യൂമേഴ്സിനെ പ്രോഡക്റ്റ് വിൽക്കുന്ന രീതിയാണ്. അതല്ലെങ്കിൽ ഫാർമേഴ്സ് ഡയറക്റ്റ്ലി സെൽ ദെയർ പ്രോഡക്റ്റ് ടു ദ കൺസ്യൂമർ, അല്ലേ? ഫാർമേഴ്സ് അവരുടെ പ്രോഡക്റ്റ് കൺസ്യൂമർക്ക് നേരിട്ട് വിൽക്കുന്ന രീതി. ഇതിൻ്റെ ഇടയിൽ വരുന്ന മിഡിൽമെൻസ് ആണ് ഏറ്റവും കൂടുതൽ എക്സ്പ്ലോയിറ്റ് ചെയ്തിരുന്നത്. ആ മിഡിൽമെൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് വന്നിട്ടുണ്ട്. അതിനെ കുറച്ച് എക്സാമ്പിൾസ് ആയിട്ടുള്ളത് നോക്കാം. ഒന്നിവിടെ പറയുന്നുണ്ട് അപ്പിനി മണ്ഡി എന്ന് പറയുന്നത്. അതായത് പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ തുടങ്ങിയ സ്റ്റേറ്റുകളിൽ അവിടെയുള്ള അപ്പിനി മണ്ഡി എന്ന് പറയുന്ന മാർക്കറ്റ് എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരം പ്രൊഡ്യൂസേഴ്സ് അല്ലെങ്കിൽ ഫാർമേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? കൺസ്യൂമേഴ്സിനെ ഡയറക്റ്റായിട്ട് അവരുടെ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പൂനെയിൽ മഡാസ്പർ മണ്ഡി എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതും എന്ത് ചെയ്യുന്നുണ്ട്? ഇങ്ങനെ മിഡിൽമെൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് ഫാർമേഴ്സ് കൺസ്യൂമേഴ്സിനെ നേരിട്ട് തയ്ക്കുന്നു. ദെൻ ആന്ധ്രാപ്രദേശിൽ റിദ് ബസാർ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് ആന്ധ്രാപ്രദേശിലുള്ള റിദ് ബസാർ എന്ന് പറയുന്ന മാർക്കറ്റും ഇത്തരത്തിൽ മിഡിൽമെൻസിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി ഫാർമേഴ്സ് നേരിട്ട് കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റുകൾ കൊടുക്കുന്നു. ദെൻ ഉഴവർ സന്ദീസ്, തമിഴ്നാട് മേഖലകളിലുള്ള ഉഴവർ സന്ദീസ് എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സിസ്റ്റം, ആൾട്ടർനേറ്റീവ് മാർക്കറ്റിംഗ് ചാനൽസ് ഇത്തരത്തിൽ ഫാർമേഴ്സിന് ഫെയർ പ്രൈസ്, അവരുടെ പ്രോഡക്റ്റിന് ഫെയർ പ്രൈസ് അല്ലെങ്കിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് ലഭിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചില മാർക്കറ്റിംഗ് ചാനൽസുകളാണ് ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ടൗണുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബിഗ് ബസാർ, റിലയൻസ് ഫ്രഷ് പോലുള്ള മൾട്ടിനാഷണൽ ചെയിൻസ് അല്ലെങ്കിൽ മാർക്കറ്റിംഗ് ചെയിൻസുകളെ നമുക്ക് കാണാം. അപ്പോൾ ഇവിടെ
നാഷണൽ ആൻഡ് മൾട്ടിനാഷണൽ ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് ആയിട്ട് എക്സാമ്പിളായിട്ട് വരുന്ന ബിഗ് ബസാർ, റിലയൻസ് ഫ്രഷ്, വാൾമാർട്ട് പോലുള്ള മൾട്ടിനാഷണൽ ഏജൻസികളെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, ഫാർമേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് വാങ്ങിക്കുകയും നേരിട്ട് അത് കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന രീതിയിലും ഇത്തരത്തിലുള്ള ഒരു റീറ്റെയിൽ മാർക്കറ്റിൻ്റെ മേഖലകളിൽ ഇത്തരം മാർക്കറ്റുകളൊക്കെ ഇപ്പോൾ സുലഭമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇതും കൂടി നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. ടു അച്ചീവ് ദ റൂറൽ ഡെവലപ്മെൻറ്റ് we want to diversify the production activity. റൂറൽ ഡെവലപ്മെൻറ്റ് നേടിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റീസിൽ എന്ത് ചെയ്യണം, ഒരു ഡൈവേഴ്സിഫിക്കേഷൻ നടത്തിയെങ്കിൽ മാത്രമേ നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് വളരെ നല്ല രീതിയിൽ നേടിയെടുക്കാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്യണത് ഡൈവേഴ്സിഫിക്കേഷൻ ആൻഡ് പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് എന്ന് പറയുന്ന ഭാഗമാണ്. എന്താണ് ഡൈവേഴ്സിഫിക്കേഷൻ, അപ്പോൾ എങ്ങനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത്. ദ ഡൈവേഴ്സിഫിക്കേഷൻ ഓഫ് ക്രോപ്പ് പ്രൊഡക്ഷൻ, ഒന്നെന്താ പറയണത്, ദ ഷിഫ്റ്റ് ഫ്രം ദ സിംഗിൾ ക്രോപ്പിംഗ് സിസ്റ്റം ടു ദ മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റം. പലപ്പോഴും നമ്മൾ കാണുന്ന ഒരു ക്രോപ്പിംഗ് പാറ്റേൺ എന്താ, ഏതെങ്കിലും ഒരു സിംഗിൾ പ്രോഡക്റ്റ് പ്രൊഡക്ഷൻ നടത്തുക, എന്നിട്ട് അതിൻ്റെ ഹാർവെസ്റ്റ് നടത്തുക, എന്നതിന് ശേഷം ആ ലാൻഡ് എന്ത് ചെയ്യുന്നുണ്ട്, തരിശ് ഭൂമിയാക്കി, അല്ലെങ്കിൽ പിന്നെ അടുത്ത എന്നാണോ സീസൺ വരുന്നത് അതുവരെ വെറുതെ ഇടുന്നതാണ് പതിവായിട്ട് കണ്ടിട്ടുള്ളത്. അപ്പോൾ അതൊരു സിംഗിൾ ക്രോപ്പിംഗ് സിസ്റ്റം അതുകൊണ്ടുണ്ടാകുന്ന ഒരു ഡീമെറിറ്റാണ്. ഇപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ റൂറൽ ഡെവലപ്മെൻറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ, ഡൈവേഴ്സിഫിക്കേഷൻ ആക്ടിവിറ്റി പ്രൊഡക്ഷൻ മേഖലയിൽ നടത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് വേണ്ടി വരും, സിംഗിൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ സിംഗിൾ ക്രോപ്പിംഗ് സിസ്റ്റം എന്നുള്ളതിൽ മാറിയിട്ട് മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ മൾട്ടി പ്രൊഡക്ഷൻ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഒരു വിള ചെയ്യുമ്പോൾ തന്നെ അതിനോട് ഇടവിളയായിട്ട് മറ്റ് കൃഷികൾ ചെയ്തു കൊടുക്കുക, അല്ലേ. കപ്പത്തോട്ടത്തിൽ അതേപോലെ തന്നെ ഇഞ്ചി നടുക, അതേപോലെ തന്നെ വാഴ കൃഷി ചെയ്യുന്നതിൻ്റെ മറ്റേതെങ്കിലും കൃഷികൾ നടത്തുക. അപ്പോൾ നമുക്ക് രണ്ടിൻ്റെയും ഹാർവെസ്റ്റിംഗ് നടത്താൻ പറ്റും. നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അതിനനുസരിച്ച് ഇൻകം നേടിയെടുക്കാനും സാധിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്നത് ഷിഫ്റ്റ് ഫ്രം ദ സിംഗിൾ ക്രോപ്പിംഗ് സിസ്റ്റം ടു ദ മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റം, അതേപോലെ തന്നെ ട്രാൻസ്ഫർ ഫ്രം സബ്സിസ്റ്റൻസ് ഫാമിംഗ് ടു ദ കൊമേഴ്സ്യൽ ഫാമിംഗ്, അല്ലേ. സബ്സിസ്റ്റൻസ് ഫാമിംഗ് സാധാരണ നമ്മുടെ ഫുഡ് ക്രോപ്സ് നമ്മുടെ വീടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന് അത്യാവശ്യമായിട്ടുള്ള ഫുഡ് ക്രോപ്സ് മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അത് സബ്സിസ്റ്റൻസ് ഫാമിംഗ് എന്നതിൽ നിന്ന് മാറി ഒരു റൂറൽ ഡെവലപ്മെൻറ്റ് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ സബ്സിസ്റ്റൻസ് ഫാമിങ്ങിൽ നിന്ന് ഏതിലേക്ക് മാറേണ്ടതായിട്ട് വരുന്നു, കൊമേഴ്സ്യൽ ഫാമിംഗ്. നമ്മൾ സാധനങ്ങൾ വിറ്റൊഴിച്ച് ലാഭമുണ്ടാക്കുക എന്നുള്ള കൊമേഴ്സ്യൽ ഫാമിങ്ങിലേക്ക് പോകേണ്ടതായിട്ട് വരുന്നു. അതേപോലെ തന്നെ മിനിമൈസ് ദ റിസ്ക് ഓഫ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ആൻഡ് മൺസൂൺ ഫെയിലിയർ. അപ്പോൾ ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുന്നത്, എന്തിനു വേണ്ടിയിട്ടാണ്, മിനിമൈസ് ദ റിസ്ക് ഓഫ് ദ പ്രൈസ് ഫ്ലക്ച്വേഷൻസ്, വിലയിൽ വരുന്ന ഫ്ലക്ച്വേഷൻസിൻ്റെ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും, അതേപോലെ തന്നെ മൺസൂണിൻ്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ മൺസൂൺ ഫെയിലിയർ ഒക്കെ സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ക്രോപ്പിംഗ് പാറ്റേൺ ഒക്കെ താളം തെറ്റാം, പ്രൊഡക്ഷൻ കുറയാം, നമ്മുടെ ഇൻകം ഇല്ലാതെയാവാം, നമ്മൾ ഡെപ്റ്റ് ട്രാപ്പിൽ കടക്കണിയിൽ പെടുന്ന ഒരു സ്ഥിതി വരാം. അപ്പോൾ അതൊക്കെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റം അല്ലെങ്കിൽ സിംഗിൾ ക്രോപ്പിംഗ് സിസ്റ്റത്തിൽ നിന്ന് മൾട്ടി ക്രോപ്പിംഗ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമുക്ക് സ്വന്തമായിട്ട് ഇൻകം ഏൺ ചെയ്യാൻ കഴിയുന്നു. അതേപോലെ തന്നെ നമ്മുടെ മൺസൂണിൻ്റെ ഫെയിലിയർ ഉണ്ടെങ്കിൽ അത് അതിനെ ബാധിക്കാതെ നമ്മൾ നല്ല രീതിയിൽ പ്രൊഡക്ഷൻ നടത്തുന്നതിനൊക്കെ കാരണമാകുന്നുണ്ട്. അപ്പോൾ പ്രൊഡക്റ്റീവ് ആക്ടിവിറ്റീസ് നോക്കുമ്പോൾ ഷിഫ്റ്റിംഗ് ഫ്രം ദ ക്രോപ്പ് ഫാമിംഗ് ടു നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ്. അപ്പോൾ നമ്മൾ ഒരു ഫാം അല്ലെങ്കിൽ ക്രോപ്പ് ഫാമിംഗ് എന്നിൽ നിന്ന് മാറിയിട്ട് നോൺ ഫാമിംഗ് ആക്ടിവിറ്റിയിലേക്ക് മാറുന്നതും ഒരു ഡൈവേഴ്സിഫിക്കേഷൻ്റെ ഭാഗമാണ്. പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയിൽ ഷിഫ്റ്റിംഗ് ഫ്രം ദ ക്രോപ്പ് ഫാമിംഗ് ടു നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ്. നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് കൃഷിയിടവുമായിട്ട് ബന്ധമില്ലാത്ത മേഖലകളിലേക്ക് നമ്മൾ പ്രൊഡക്ഷൻ്റെ ഇത് മാറിയിട്ടുണ്ടെങ്കിൽ അത് പലപ്പോഴും നമ്മുടെ റൂറൽ ഡെവലപ്മെൻറ്റിന് നമുക്ക് സ്വന്തമായിട്ട് ഇൻകം ലഭിക്കുന്നതിന്, ആ ഇൻകം ലഭിച്ചിട്ട് നമ്മുടെ റൂറൽ ഏരിയയുടെ ഡെവലപ്മെൻറ്റ് വരുത്തുന്നതിന് കാരണമാകുന്നുണ്ട്. ദെൻ നോൺ ഫാമിംഗ് ആക്ടിവിറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ പറയുന്നുണ്ട്, അനിമൽ ഹസ്ബൻഡറി, ഫിഷറീസ്, ഹോർട്ടിക്കൾച്ചറാണ്. അപ്പോൾ ഇവ ഓരോന്നിനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഏറ്റവും ആദ്യം ഡിസ്കസ് ചെയ്യേണ്ടത് അനിമൽ ഹസ്ബൻഡറിയാണ്. ഇതിൽ പറയുന്നുണ്ട് ഇമ്പോർട്ടൻറ്റ് ഏരിയ ഓഫ് എംപ്ലോയ്മെൻറ്റ് ഡിഫറെൻറ്റ് ഫ്രം ദ ക്രോപ്പ് ഫാമിംഗ്, അല്ലേ. നമ്മൾ ക്രോപ്പ് ഫാമിങ്ങിൽ നിന്ന് തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒന്നാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ആക്ട് ആസ് എ സപ്ലിമെൻറ്റ് ഇൻകം, അല്ലേ. നമുക്കിത് അനിമൽ ഹസ്ബൻഡറി മറ്റേതെല്ലാ രീതിയിലും നമുക്ക് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ക്രോപ്പ് ഫാമിങ്ങിൻ്റെ പകരമായിട്ടുള്ള ഒന്നാണ് ഇതെന്ന് പറഞ്ഞാൽ അനിമൽ ഹസ്ബൻഡറി. അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ മൃഗങ്ങളെയും അതേപോലെ തന്നെ പക്ഷിമൃഗാദികളെ വളർത്തുക എന്നതാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറഞ്ഞാൽ. ഇപ്പോൾ പല വീടുകളിലും കോഴി, കാട, അതേപോലെ തന്നെ മറ്റ് പക്ഷിമൃഗാദികൾ, പ്രാവ്, അല്ലേ,
പല പക്ഷിമൃഗാദികളെ വളർത്തി അതുകൊണ്ട് ഉപജീവനം നടത്തുന്ന ഒരിതുണ്ട്. നമ്മൾ ജനറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയുന്ന ബിസിനസ്സിൽ ഫസ്റ്റ് പഠിച്ചതുപോലെ തന്നെ ആ ജനറ്റിക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു ബ്രീഡിങ് ആൻഡ് അതിൻ്റെ ആ ബ്രീഡിങ്ങും ഒരു അനിമൽസും അതിൻ്റെ ബ്രീഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരു ആക്ടിവിറ്റിയാണ് ഇതെന്ന് പറയുന്നത് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ പറയുന്നത് ഇൻക്രീസിങ് ദ ലൈഫ് സ്റ്റോക്ക് ഫാമിംഗ് ഇൻ ആരിഡ് ഏരിയസ് അല്ലേ. അപ്പോൾ നമ്മൾ തരിശു ഭൂമികളായിട്ട് കിടക്കുന്ന അല്ലെങ്കിൽ തരിശു സ്ഥലങ്ങളായിട്ട് കിടക്കുന്ന മേഖലകളിലൊക്കെ നമുക്ക് വളരെ ഈസിയായിട്ട് നടപ്പിലാക്കാവുന്ന ഒന്നാണ് ഇതെന്ന് പറഞ്ഞാൽ അനിമൽ ഹസ്ബൻഡറി, ഇൻക്രീസിങ് of livestock farming in arid areas. Then important sources of employment for women. നമുക്ക് അനിമൽ ഹസ്ബൻഡറി മറ്റൊരു ഉപകാരമുള്ളത് എന്ന് പറയുന്നത് എന്താ, ഇമ്പോർട്ടൻറ്റ് സോഴ്സസ് ഓഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ വിമൻ, സ്ത്രീകൾക്ക് ഒരു തൊഴിൽ നൽകുന്ന ഒരു മേഖലയും കൂടിയാണ് അനിമൽ ഹസ്ബൻഡറി എന്ന് പറയുന്നത്. ഓപ്പറേഷൻ ഫ്ലഡ് ലോഞ്ച് ഇൻ 1966. അപ്പോൾ നമുക്കറിയാം 1996 ഓപ്പറേഷൻ ഫ്ലഡ് വന്നതോടുകൂടി, ഓപ്പറേഷൻ ഫ്ലഡ് എന്താ, ഇറ്റ്സ് റിലേറ്റഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് മിൽക്ക്, പാലുൽപാദനവുമായിട്ട് വന്നതാണ്. അപ്പോൾ പാലുൽപാദനവുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ഒരു റവല്യൂഷൻ ആയതുകൊണ്ട് തന്നെ വർഗീസ് കുര്യൻ എന്ന് പറയുന്ന വ്യക്തിയാണ് അതിൻ്റെ ഫാദർ എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹം ഇങ്ങനൊരു റവല്യൂഷൻ കൊണ്ടുവന്നതോടുകൂടി അനിമൽ ഹസ്ബൻഡറിക്ക് പ്രാധാന്യം കൽപ്പിക്കുകയും കന്നുകാലികളെ വളർത്തുക, അവയുടെ പാലിൽ നിന്ന് മറ്റു പല പ്രോഡക്റ്റുകൾ നിർമ്മിക്കുക, അതേപോലെ തന്നെ അനിമൽസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഇൻഡസ്ട്രി ഫോം ചെയ്യുന്നതിനൊക്കെ ഇത്തരത്തിലുള്ള ഡൈവേഴ്സിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ളതുണ്ട്. അപ്പോൾ ഓപ്പറേഷൻ ഫ്ലഡ് 1996 ഉണ്ടായത് ഇത് പലപ്പോഴും ഉപകാരമായിട്ടുള്ളതാണ്. ഇനി അടുത്തതാണ് ഫിഷറീസ് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പറയുന്നുണ്ട് കേരള, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് ആർ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഫോർ ദ ഫിഷറീസ്. അപ്പോൾ ഈ മീൻപിടുത്തവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആക്ടിവിറ്റിയാണ്. റൂറൽ ഏരിയയിൽ വെറും കൃഷി മാത്രമല്ലാതെ വീണ്ടും കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന, കൂടുതൽ വരുമാനം നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ് ഫിഷറീസ് എന്ന് പറഞ്ഞാൽ, മീൻപിടുത്തം എന്ന് പറഞ്ഞാൽ. നമുക്കറിയാം ഇപ്പോൾ നമ്മുടെ പൊന്നാനി മേഖലകളിലും അതേപോലെ തന്നെ കടലോര മേഖലകളിലൊക്കെ എന്താണ് ധാരാളം ആൾക്കാർ മീൻപിടുത്തവുമായിട്ട് ജോലി ചെയ്യുന്നവരുണ്ട്. അവർ മീൻ പിടിക്കാൻ പോകുന്നു, അതിന് വളരെ നല്ല റേറ്റിൽ അവർക്ക് മീനിൻ്റെ വില കിട്ടുന്നു, അതിലൂടെ അവരുടെ ജീവിതമാർഗ്ഗങ്ങൾ. അപ്പോൾ അത് ആ ഒരു ഏരിയയുടെ ഡെവലപ്മെൻറ്റ്, റൂറൽ ഡെവലപ്മെൻറ്റ് ഉണ്ടാകുന്നതിന് ഫിഷറീസ് എന്ന് പറയുന്ന കാര്യം ഉപകാരമാണ്. അപ്പോൾ ഇതിൽ മെയിനായിട്ടുള്ള സ്റ്റേറ്റുകൾ എന്ന് പറയുന്നത് കേരള, മഹാരാഷ്ട്ര, ഗുജറാത്ത്, തമിഴ്നാട് ആർ ദ പ്രിൻസിപ്പൽ സ്റ്റേറ്റ്സ് ഫോർ ദ ഫിഷറീസ്. ദെൻ വാട്ടർ ബോഡീസ് ആർ മദർ ആൻഡ് പ്രൊവൈഡർ ഫോർ ദ ഫിഷ്. അപ്പോൾ നമുക്കിവിടെ പറയുന്നത് ഏറ്റവും കൂടുതൽ മീനുകൾ ഉണ്ടാകുന്നത് എന്താ, വെള്ളങ്ങളിലാണ്. അതുകൊണ്ട് തന്നെ വാട്ടർ ബോഡീസ് ആർ മദർ ആൻഡ് ദ പ്രൊവൈഡർ ഫോർ ദ ഫിഷ് എന്ന് പറയുന്നുണ്ട്. ദിസ് സെക്ടർ കോൺട്രിബ്യൂട്ട് നിയർലി 2% GDP. നമ്മുടെ GDP-യിലേക്ക് ഫിഷറീസ് സെക്ടർ എന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം അതിൻ്റെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് 2% ആണെന്ന് പറഞ്ഞു. ഫിഷറീസ് മേഖല നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പലപ്പോഴും ആ മേഖലകളിൽ അൺഎംപ്ലോയിഡ് ആയിട്ടുള്ള ധാരാളം ആൾക്കാർ ഈ ഒരു ഫിഷർമാൻ അല്ലെങ്കിൽ മീൻപിടുത്തത്തിൻ്റെ അവർ നേരിടുന്ന ഒരു വെല്ലുവിളിയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. അതേപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് ഇല്ലിറ്ററസി, എഴുതാനും വായിക്കാനും അറിയാത്ത കുറേ ആൾക്കാരുടേതുണ്ട്. അതേപോലെ തന്നെ ഇൻഡെപ്റ്റ്നെസ്, കടക്കണിയിൽ പെട്ടുള്ള ധാരാളം ആൾക്കാർ ഫിഷർമാനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. ലോ പെർ ക്യാപിറ്റ ഇൻകം, അവരുടെയൊക്കെ പെർ ക്യാപിറ്റ ഇൻകം നോക്കുകയാണെങ്കിൽ വളരെ കുറഞ്ഞ ഒരു പ്രതിശീർഷ വരുമാനമാണ് ഇത്തരത്തിലുള്ള ആൾക്കാരുകൾ. അപ്പോൾ ഫിഷറീസ് മേഖലയിൽ ഉള്ള ആൾക്കാർ നേരിടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെല്ലുവിളികൾ, അതിനുള്ള കുറച്ച് കാരണങ്ങൾ, അവരുടെ ലൈഫ് വളരെ ഇതോടെ പറയുന്നത് ദിസ് സെക്ടർ കോൺട്രിബ്യൂട്ടർ മിയർലി 2% GDP-യിലേക്ക് 2% മാത്രമേ പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അതിനുള്ള കാരണങ്ങളാണ് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്, അവിടെ ഹൈ റേറ്റ് ഓഫ് ഇല്ലിറ്ററസി ഉണ്ട്, ഇൻഡെപ്റ്റ്നെസ് ഉണ്ട്, അതേപോലെ തന്നെ ലോ പെർ ക്യാപിറ്റ ഇൻകവുമാണ് ഇവരുടെ. അടുത്തത് ഡൈവേഴ്സിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മേഖലയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. എന്താണ് ഹോർട്ടിക്കൾച്ചർ നോക്കാം. ഹോർട്ടിക്കൾച്ചർ ക്രോപ്സ് ഇൻക്ലൂഡ് ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഫ്ലവേഴ്സ്, സ്പൈസസ്, മെഡിസിനൽ പ്ലാന്റ്സ് എക്സെട്ര അല്ലേ. ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ടുള്ള മേഖലകൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇന്ത്യയെ ബേസ് ചെയ്തുകൊണ്ട് ഹോർട്ടിക്കൾച്ചറിന് പറയേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് ഉണ്ട്. ഇന്ത്യ ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് പ്രൊഡ്യൂസർ ഓഫ് ദ ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. നമ്മുടെ ലോകത്തിലെ തന്നെ രണ്ടാമത് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റാണ്. അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ പ്രൊഡക്ഷനിലേക്ക് അല്ലെങ്കിൽ അഗ്രികൾച്ചർ പ്രൊഡക്ഷനിലേക്ക് 1/3 പോർഷനും ഏതാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, ഹോർട്ടിക്കൾച്ചറാണ്. അതേപോലെ തന്നെ GDP-യിലേക്ക് 6% കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്, GDP-യിലേക്കുള്ള കോൺട്രിബ്യൂഷൻ ഹോർട്ടിക്കൾച്ചറുടെ 6%. അപ്പോൾ മറ്റ് പറയേണ്ട പോയിന്റുകൾ,
ഹൈ ക്രോപ്പ് പ്രൊഡക്ഷൻ ലീഡ് ടു ദ ഗോൾഡൻ റെവല്യൂഷണറി. ഇപ്പോൾ നമുക്ക് പലതരത്തിലുള്ള റെവല്യൂഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഗ്രീൻ റെവല്യൂഷൻ, വീറ്റ് റെവല്യൂഷൻ, അല്ലേ, ബ്ലൂ റെവല്യൂഷൻ, അങ്ങനെ ഓരോ റെവല്യൂഷനും ഉണ്ട്. ആ റെവല്യൂഷനെ കുറിച്ച് നമുക്കൊരു കോഡായിട്ട് അടുത്ത് പഠിക്കേണ്ടതുണ്ട്. ഒപ്പം ഞാനിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത് ഹൈ ക്രോപ്പ് പ്രൊഡക്ഷൻ ലീഡ് ടു ദ ഗോൾഡൻ റെവല്യൂഷണറി. അപ്പോൾ ഗോൾഡൻ റെവല്യൂഷണറി എന്നുള്ളതിൽ പലപ്പോഴും ഹൈ ക്രോപ്പ് പ്രൊഡക്ഷനിലേക്ക് കാരണമായിട്ടുണ്ട്. ഇനി നമ്മുടെ ഹോർട്ടിക്കൾച്ചർ മേഖല നേരിടുന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഏതൊക്കെയെന്ന് നോക്കാം. പവർ ഷോർട്ടേജ് ഹോർട്ടിക്കൾച്ചർ മേഖല നേരിടുന്ന ഒരു പ്രോബ്ലമാണ്. ലാക്ക് ഓഫ് ലിങ്കേജ് ബിറ്റ്വീൻ റൂറൽ ആൻഡ് അർബൻ മാർക്കറ്റ്. റൂറൽ മാർക്കറ്റും അർബൻ മാർക്കറ്റും തമ്മിലുള്ള ഒരു ലാക്ക് ഓഫ് ലിങ്കേജസ് ഇതിൻ്റെ പ്രോബ്ലമാണ്. ലാക്ക് ഓഫ് പ്രോസസ്സിംഗ് യൂണിറ്റ്. നമ്മൾ പറയാം, ഇപ്പോൾ ഹോർട്ടിക്കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് പഴം പച്ചക്കറി സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞാൽ സംസ്കരണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള യൂണിറ്റുകളുടെ എണ്ണം പൊതുവെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം മേഖലകളിൽ ജോലി സാധ്യത അല്ലെങ്കിൽ ജോലിയുള്ള ആൾക്കാരുടെ എണ്ണവും കുറഞ്ഞു വരുന്നുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത്, നമുക്ക് അറിയാം, നമ്മളിപ്പോൾ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്ന മേഖല നമ്മൾ വളരെ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു. അതിൽ അനിമൽ ഹസ്ബൻഡറി പറഞ്ഞു, ഫിഷറീസ് പറഞ്ഞു, അതേപോലെ തന്നെ ഹോർട്ടിക്കൾച്ചർ പറഞ്ഞു. ദെൻ ഇനി ഡിസ്കസ് ചെയ്യേണ്ടത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്നുള്ള ടോപ്പിക്കാണ്. നമുക്ക് നോക്കാം. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് വാട്ട് ഈസ് എ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ അതിനു മുൻപ് ഓർഗാനിക് ഫാമിംഗ് സിസ്റ്റം ഓഫ് ഫാമിംഗ് relies upon the use of organic input for the cultivation. ഏറ്റവും ആദ്യം ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഒരു സെൻറ്റൻസ് പറയുന്നുണ്ട്. ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത് എന്താ? ഇറ്റ്സ് എ സിസ്റ്റം ഓഫ് ഫാമിംഗ് റിലൈസ് അപ്പോൺ ദ യൂസ് ഓഫ് ഓർഗാനിക് ഇൻപുട്ട് ഫോർ കൾട്ടിവേഷൻ. കൾട്ടിവേഷന് വേണ്ടിയിട്ട് ഓർഗാനിക് ഇൻപുട്ടുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ഫാമിംഗ് സിസ്റ്റത്തെ എന്തെന്ന് വിളിക്കുന്നു? ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് sustainable development using the existing resource optimally so future generation can use it. ഇപ്പോൾ നമ്മൾ ഇന്ന് നടത്തുന്ന ഒരു ഡെവലപ്മെൻറ്റ് പ്രസൻറ്റ് വരുന്ന ജനറേഷന് അല്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അല്ലെങ്കിൽ ടു സാറ്റിസ്ഫൈ ദ നീഡ്സ് ഓഫ് ദ പ്രസൻറ്റ് ജനറേഷൻ ടു മീറ്റ് ദ ഫ്യൂച്ചർ ജനറേഷൻ, അല്ലെങ്കിൽ ഭാവിയിൽ വരുന്ന തലമുറയ്ക്ക് ഒരു ദോഷം ഭവിക്കാത്ത രീതിയിലുള്ള ഒരു ഡെവലപ്മെൻറ്റ് ആണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിനെ കുറിച്ച് ഒരു ചെറിയൊരു മീനിങ് ഇവിടെ പറയുന്നുണ്ട്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് യൂസിങ് ദ എക്സിസ്റ്റിംഗ് റിസോഴ്സ് ഒപ്റ്റിമലി സോ ഫ്യൂച്ചർ ജനറേഷൻ ക്യാൻ യൂസ് ഇറ്റ്. അപ്പോൾ ഇപ്പം നമ്മൾ ഉപയോഗപ്പെടുത്തുന്ന നമ്മൾ അൺനെസസറി ആയിട്ടുള്ള ഒരു എക്സ്പ്ലോയിറ്റേഷൻ പലപ്പോഴും അടുത്ത ഭാവിയിലെ തലമുറയ്ക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്റ്റിനെ കുറിച്ച് യൂസ് ചെയ്യേണ്ട അവസ്ഥ അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള അധികാരങ്ങൾ അല്ലെങ്കിൽ യൂസ് ചെയ്യാനുള്ള ഇത് ലഭിക്കുന്നില്ല എന്നുള്ളത് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് നമ്മൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പ്രോഡക്റ്റ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എഫിഷ്യൻ്റായിട്ട് യൂട്ടിലൈസ് ചെയ്യുക, അൺനെസസറി ആയിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാതെ ഭാവി തലമുറയ്ക്കും കൂടിയും ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുന്ന രീതിയിലായിരിക്കണം നമ്മൾ ഡെവലപ്മെൻറ്റ് വരുത്തേണ്ടത്. അപ്പോൾ നമുക്കിവിടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഉള്ള ഭാഗത്തിലേക്ക് പോവാം. ദ ഗ്രീൻ റെവല്യൂഷൻ ഗേവ് ഇന്ത്യ സെൽഫ് സഫിഷ്യൻസി ഇൻ ദ ഫുഡ് ഗ്രെയിൻസ്. അല്ലേ, നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഗ്രീൻ റെവല്യൂഷൻ പലപ്പോഴും നമുക്ക് ഇന്ത്യക്ക് ഫുഡ് ഗ്രെയിൻസിൻ്റെ ഒരു സെൽഫ് സഫിഷ്യൻസി ഉണ്ടാക്കിയിട്ടുണ്ട്. ബട്ട് ഇറ്റ്സ് ആൾസോ ക്രെഡിറ്റഡ് എ പ്രോബ്ലം. അപ്പോൾ നമുക്ക് ഗ്രീൻ റെവല്യൂഷൻ മൂലമുണ്ടായിട്ട് ഒരു ഫുഡ് ക്രോപ്സുകൾ സഫിഷ്യൻ്റ് ആയിട്ട് ലഭിച്ചു എന്നതിൽ ഉപരി നമുക്കൊരു പ്രോബ്ലം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എന്താണ്? ഈ പലപ്പോഴും നമ്മുടെ ന്യൂ അഗ്രികൾച്ചർ സ്ട്രാറ്റജി എന്തിനോട് വളരെ റിലേറ്റഡ് ആയിരുന്നു? കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുന്നതും പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതും ഇൻസെക്ടിസൈഡ് ഉപയോഗിക്കുന്നതിനൊക്കെ കാരണമായിട്ടുണ്ട്. അപ്പോൾ ഗ്രീൻ റെവല്യൂഷനിൽ കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടായെങ്കിൽ ആ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും പിന്നെ ഇൻസെക്ടിസൈഡ്സും ഒക്കെയാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട്. ഇത് നമ്മുടെ ലാൻഡ് പോയ്സസ് അല്ലേ, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഇതൊക്കെ ഉപയോഗിച്ചതോടുകൂടി ലാൻഡ് പോയ്സണസ് ആവാനും ഫെർട്ടിലിറ്റി കുറയാനൊക്കെ കാരണമായിട്ടുണ്ട്. Excessive uses of chemical fertilizers and pesticides lead to lot of problems in our land area. നമ്മുടെ ലാൻഡ് ഏരിയയിൽ കുറേ പ്രോബ്ലംസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ലോസ് ഓഫ് സോയിൽ ഫെർട്ടിലിറ്റി, ഒരു സോയിലിൻ്റെ ഫെർട്ടിലിറ്റി ഇല്ലാണ്ടായി. പോയ്സണിങ് ഓഫ് ദ സോയിൽ ആൻഡ് വാട്ടർ, നമ്മുടെ മണ്ണും അതേപോലെ തന്നെ വെള്ളങ്ങളും മലിനമായി. കണ്ടാമിനേഷൻ ഓഫ് ഫുഡ് പ്രൊഡ്യൂസ് വിത്ത് പെസ്റ്റിസൈഡ്സ്, നമ്മൾ പെസ്റ്റിസൈഡ്സ് ഉപയോഗിക്കുന്നതാണ്, കീടനാശിനികൾ ഉപയോഗിക്കുന്നതോടുകൂടി നമ്മുടെ ഫുഡ് ക്രോപ്സുകളെല്ലാം എന്തായി പോയ്സണസ് ഉള്ള രീതിയിലേക്ക് മാറി. അതിൽ കണ്ടാമിനേറ്റിംഗ് ദ പോയ്സൺ ഐറ്റം, അതിൽ പോയ്സൺ ഐറ്റംസ് വൃത്തിഹീനമാവുകയും പോയ്സൺ ഐറ്റം അതിൽ കൂടാനും അത് കാരണമായിട്ടുണ്ട്. ഡിസ്ട്രക്ഷൻ ഓഫ് ഫ്രണ്ട്ലി പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ്. അപ്പോൾ നമുക്കറിയാം
നമ്മൾ മരുന്ന് തളിക്കുമ്പോൾ, കീടനാശിനികൾ തളിക്കുമ്പോൾ ആ ലാൻഡ് ഏരിയയിലെ അല്ലെങ്കിൽ ആ പാഡി ഫീൽഡിലെ നല്ല കൃഷിയോട് അനുകൂലമായിട്ട് നിൽക്കുന്ന പെസ്റ്റിസൈഡ്സും നശിപ്പിക്കേണ്ട ഗതികേടിലേക്ക് വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഫ്രണ്ട്ലി പെസ്റ്റ് ആൻഡ് ഇൻസെക്ട്സ് ഒക്കെ ഈ നമ്മൾ പറയുന്ന കെമിക്കൽ ഫാമിങ്ങിൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. ദെൻ ഡാമേജിങ് ദ എക്കോസിസ്റ്റം. നമ്മൾ കെമിക്കൽ ഫാമിങ് അല്ലെങ്കിൽ ഗ്രീൻ റെവല്യൂഷൻ്റെ ഭാഗമായിട്ട് കെമിക്കൽ ഫാമിംഗ് ഒക്കെ നമ്മൾ നല്ല രീതിയിൽ നടത്തിയപ്പോൾ അത് എക്കോസിസ്റ്റത്തിന് തന്നെ പോരായിക വരുന്ന അല്ലെങ്കിൽ ഡാമേജിങ് ഉണ്ടാക്കുന്ന രീതിയിൽ ആയിരുന്നു. ഇനി അടുത്തത് ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഓർഗാനിക് ഫാമിംഗ് നിങ്ങൾക്കറിയാം, ഇന്ന് ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പ്രോഡക്റ്റുകൾക്കാണ് ആവശ്യക്കാർ കൂടുതൽ. കാരണം ഓർഗാനിക് മാനുവൽസ് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രൊഡക്ഷൻ നടത്തുകയും കീടനാശിനികളൊന്നും തളിക്കാതെയുള്ള കൃഷി നടത്തുമ്പോൾ ആ ഒരു പ്രോഡക്റ്റ് നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാം. നമുക്ക് കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ദോഷം വരുത്തുന്ന രീതിയിലുള്ള എൻഡോസൾഫാൻ പോലുള്ള വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രൊഡക്ഷൻ നടത്തിയിട്ട് തല വലുതായ അല്ലെങ്കിൽ ശ്വാസം കൃത്യമായിട്ട് വലിക്കാൻ പറ്റാതെ എല്ലുകൾ ഒടിഞ്ഞ് കിടക്കുന്ന പല രൂപങ്ങളും കാസർഗോഡും കൊല്ലത്തൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഉപയോഗിക്കുമ്പോൾ അത് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഒക്കെ പോയ്സണസ് ആവുകയും നമുക്ക് പലതരത്തിലുള്ള മാരകമായിട്ടുള്ള അസുഖങ്ങൾ വരുന്നതിന് കാരണമാവുകയും ചെയ്യുന്നു. ഓർഗാനിക് ഫാമിംഗ് അതല്ലെങ്കിൽ ജൈവിക കൃഷി രീതിയുടെ പലതരത്തിലുള്ള ഗുണങ്ങളുണ്ട്. നമുക്കിവിടെ പറയാം, ഡിസ്റിഗാർഡ്സ് ദ യൂസസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്. നമ്മൾ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്, നോൺ റിന്യൂവബിൾ റിസോഴ്സസ് ഉണ്ട്. റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഉപയോഗിക്കും തോറും അത് വീണ്ടും വീണ്ടും ഉപയോഗിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അല്ലെങ്കിൽ അത് എക്സോസ്റ്റ് ആവുന്നില്ല. എന്നാൽ നോൺ റിന്യൂവബിൾ റിസോഴ്സസ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കും തോറും അതിൻ്റെ അളവ് കുറഞ്ഞു വരികയും പിന്നീട് അത് കിട്ടാത്ത അവസ്ഥ വരികയും ചെയ്യുന്നു. അപ്പോൾ ഓർഗാനിക് ഫാമിംഗ് പോലുള്ള നമ്മൾ ജൈവിക കൃഷി രീതി അഡോപ്റ്റ് ചെയ്യുമ്പോൾ ഡിസ്റിഗാർഡ് ദ യൂസസ് ഓഫ് നോൺ റിന്യൂവബിൾ റിസോഴ്സസ്, നമ്മൾ നോൺ റിന്യൂവബിൾ റിസോഴ്സസിൻ്റെ യൂസേജ് എന്ത് ചെയ്യുന്നുണ്ട്, കുറയ്ക്കുന്നതിന്, നമ്മൾ അത് വളരെ പരിമിതമാക്കുന്നതിന് കാരണമാകുന്നുണ്ട്. ദെൻ എൻവിറോൺമെൻറ്റൽ ഫ്രണ്ട്ലി ആണ്. എൻവിറോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണ് ഏതെന്ന് പറയുന്നത് ഓർഗാനിക് ഫാമിംഗ്. ജൈവിക കൃഷി രീതി എന്ന് പറയുന്നത് നമ്മുടെ എൻവിറോൺമെൻറ്റുമായിട്ട് വളരെ റിലേറ്റഡ് ചെയ്തുകൊണ്ടുള്ള ഫ്രണ്ട്ലി ആയിക്കൊണ്ടുള്ള ഒരു അഗ്രികൾച്ചർ ഫാമിംഗ് സിസ്റ്റമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്രികൾച്ചറിന് അല്ലെങ്കിൽ നമ്മുടെ ലാൻഡ് ഏരിയയ്ക്ക് അല്ലെങ്കിൽ എൻവിറോൺമെൻറ്റിനെ യാതൊരുവിധ പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലല്ല. ദെൻ സസ്റ്റെയിൻ ദ സോയിൽ ഫെർട്ടിലിറ്റി. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പ്രത്യേകത, നമ്മൾ ഓർഗാനിക് ഫാമിങ്ങിലൂടെയാണ്, ജൈവിക കൃഷി രീതിയിലൂടെയാണ് കൃഷി ചെയ്യുന്നുണ്ടെങ്കിൽ ആ സോയിലിൻ്റെ ഫെർട്ടിലിറ്റി നിലനിർത്തുന്നതിന് കാരണമാകുന്നുണ്ട്. നമുക്ക് നല്ല ഹെൽത്തിയും അതേപോലെ തന്നെ ടേസ്റ്റിയർ ഫുഡും പ്രൊവൈഡ് ചെയ്യുന്നതിന് ഓർഗാനിക് ഫാമിംഗ് നല്ല ഒരു വഴി തെളിയിക്കുന്നുണ്ട്. ദെൻ ഇൻഎക്സ്പെൻസീവ് ടെക്നോളജി ഫോർ ദ സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സ്. സ്മോൾ ആൻഡ് മാർജിനൽ ഫാർമേഴ്സിനെ സംബന്ധിച്ച് പലപ്പോഴും പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, അഗ്രികൾച്ചർ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ എക്സ്പെൻസീവ് ആവാം. എന്നാൽ ഓർഗാനിക് ഫാമിങ്ങിലൂടെയാണ് പ്രൊഡക്ഷൻ നടത്തുന്നുണ്ടെങ്കിൽ അവർക്ക് എക്സ്പെൻസ് എന്ത് ചെയ്യുന്നുണ്ട്, കമ്പാരിറ്റീവ്ലി കുറഞ്ഞ രീതിയിലാക്കുന്നതിന് ഓർഗാനിക് ഫാമിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഓർഗാനിക് ഫാമിങ്ങുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള ലിമിറ്റേഷൻസ് ആണ്. ഓർഗാനിക് ഫാമിംഗ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ചില പ്രധാന പ്രശ്നങ്ങളെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇതിലൊന്ന് പറയുന്നത് മാർക്കറ്റിംഗ് പ്രോബ്ലംസ്. ഓർഗാനിക് ഫാമിങ്ങിൻ്റെ പ്രോഡക്റ്റുകളുടെ വിറ്റഴിക്കാനുള്ള മാർക്കറ്റിങ്ങിൻ്റെ പ്രോബ്ലംസ് പലപ്പോഴും നേരിടാറുണ്ട്. ദെൻ ലെസ് അവയർനെസ് അബൌട്ട് ദ ഓർഗാനിക് ഫാമിംഗ്. പലപ്പോഴും ഓർഗാനിക് ഫാമിങ്ങിനെ കുറിച്ച് ഒരു അറിവില്ലായ്മ അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള ഒരു അറിവ് മറ്റുള്ളവർക്ക് ഇല്ലാത്തതും എന്ത് ചെയ്യുന്നുണ്ട്, ഓർഗാനിക് ഫാമിങ്ങിൻ്റെ ഒരു ലിമിറ്റേഷൻസ് ആയിട്ട് വരുന്നുണ്ട്. റിലക്റ്റൻസ് ഓഫ് ദ ഫാർമേഴ്സ് ടു ഇംപ്ലിമെൻറ്റ് ദ ഓർഗാനിക് ഫാമിംഗ്. പലപ്പോഴും ചില ഫാർമേഴ്സിനെ ഈ ഓർഗാനിക് ഫാമിങ്ങിലൂടെ പോയി കഴിഞ്ഞാൽ വിളവെടുപ്പ് ഉണ്ടാകില്ല, പ്രൊഡക്ഷൻ വളരെ കുറയും. അപ്പോൾ ഇന്നുള്ള ഒരു വിശ്വാസം അല്ലെങ്കിൽ ഒരു ചിന്തകൾ കൊണ്ട് പലപ്പോഴും അവർക്ക് ഈ ഓർഗാനിക് ഫാമിങ്ങിനെ താല്പര്യക്കുറവ് പൊതുവെ കാണിക്കാറുണ്ട്. ദെൻ ഓർഗാനിക് പ്രോഡക്ട്സ് ഹാവ് ദ ഷോർട്ടർ ലൈഫ്. ഓർഗാനിക് പ്രോഡക്റ്റുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ ലൈഫ് വളരെ കുറഞ്ഞത് കൊണ്ട് പലപ്പോഴും ഈ ഓർഗാനിക് ഫാമിങ്ങിനെ പല ഫാർമേഴ്സും സപ്പോർട്ട് ചെയ്യാറില്ല. ദെൻ yield ഫ്രം ദ ഓർഗാനിക് ഫാമിംഗ് ഈസ് ലെസ് ദാൻ ദ മോഡേൺ ഫാമിംഗ്. മോഡേൺ ഫാമിങ്ങിനേക്കാൾ വളരെ കുറഞ്ഞ രീതിയിലുള്ള ഒരു വിളവെടുപ്പാണ് അല്ലെങ്കിൽ ഈൽഡാണ് ഏതിൽ വരുന്നത്, ഓർഗാനിക് ഫാമിൽ ഉണ്ടാകുന്നത്. അത് പലപ്പോഴും ഓർഗാനിക് ഫാമിങ്ങിൻ്റെ നെഗറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ദെൻ ഗവൺമെൻറ് ഇനീഷ്യേറ്റീവ് ഇൻ ദ അഗ്രികൾച്ചർ സെക്ടർ. നമ്മുടെ അഗ്രികൾച്ചർ സെക്ടർ, നമുക്ക് റൂറൽ ഡെവലപ്മെൻറ്റ് മേഖലയാണല്ലോ ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അപ്പോൾ അഗ്രികൾച്ചർ മേഖലയിൽ പല ഡെവലപ്മെൻറ്റും വരുത്തുന്നതിന് വേണ്ടിയിട്ട് ഗവൺമെൻറ് കുറേ പോളിസികൾ കൊണ്ടുവന്നിട്ടുണ്ട്, ചില പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട്. അതിലൊന്നാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ദിസ് ഈസ് എ ഗുഡ് മെഷർ ടു ടേക്കൺ ബൈ ഗവൺമെൻറ് ടു പ്രൊവൈഡ് ദ ഷോർട്ട് ടേം ലോൺസ് ടു ദ ഫാർമേഴ്സ്. ഷോർട്ട് ടേം ലോണുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉള്ളത്. വിത്ത് ദിസ് കാർഡ് എവറി ഫാർമേഴ്സ് ഗിവൺ എ പാസ്ബുക്ക് വിത്ത് ക്യാഷ് ക്രെഡിറ്റ് ഫെസിലിറ്റി. അപ്പോൾ ഓരോ ഫാർമേഴ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്,
ക്യാഷ് ക്രെഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാസ്ബുക്കൊക്കെ ഈ കിസാൻ ക്രെഡിറ്റ് കാർഡ് സിസ്റ്റം വഴി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കിസാൻ ക്രെഡിറ്റ് സിസ്റ്റം ഗവൺമെൻറ് കൊണ്ടുവന്നിട്ടുള്ള അഗ്രികൾച്ചർ മേഖലയിൽ ഫാർമേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പോളിസിയാണ്. ദെൻ റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്ന് പറയുന്നത്. റീഹാബിലിറ്റേഷൻ പാക്കേജ് എന്ന് പറയുന്നത് ദിസ് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ റീഹാബിലിറ്റേറ്റ് ദ ഡിപ്പെൻഡൻസ് ഓഫ് ദ ഫാർമേഴ്സ് ഹു വേർ ഡ്രൈവൺ ടു സൂയിസൈഡ് അല്ലേ. അപ്പോൾ അഗ്രികൾച്ചറുമായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്ന ആൾക്കാർ പലരും എന്ത് ചെയ്യുന്നത്, സൂയിസൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇതിനുള്ള റീഹാബിലിറ്റേഷൻ പാക്കേജസ് കൊണ്ടുവന്നിട്ടുള്ളത്. ദ പാക്കേജ് വാസ് ദ ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ് ഇൻ ദ 31 ഡിസ്ട്രിക്ട് ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ ഏകദേശം 30ഓളം ഡിസ്ട്രിക്റ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ റീഹാബിലിറ്റേഷൻ പാക്കേജുകളൊക്കെ നടപ്പിലാക്കിയിട്ടുണ്ട്. ദെൻ ഇന്ത്യ, കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക ആൻഡ് മഹാരാഷ്ട്ര ആർ ദ സ്റ്റേറ്റ്സ് വെയർ ഇറ്റ് വാസ് ഫസ്റ്റ് ഇംപ്ലിമെൻറ്റഡ്. ഇത് ഏറ്റവും ആദ്യം റീഹാബിലിറ്റേഷൻ പാക്കേജ് ഏറ്റവും ആദ്യം നടപ്പിലാക്കിയ സ്റ്റേറ്റുകൾ ഇവിടെ പറയുന്നുണ്ട്. കേരള, ആന്ധ്രാപ്രദേശ്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സ്റ്റേറ്റുകളിൽ റീഹാബിലിറ്റേഷൻ പാക്കേജ് നടപ്പിലാക്കിയിട്ടുണ്ട്. ഇനി അടുത്തത് ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അഗ്രികൾച്ചറൽ ലോൺസ്. പലപ്പോഴും ഗവൺമെൻറ് ചെയ്യുന്ന അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് ലോ ഇൻട്രസ്റ്റ് റേറ്റ് കൊടുക്കുക. അപ്പോൾ കാർഷിക വായ്പകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വളരെ കുറവാണ്. This project was implemented during the 2007 and 2008 period. Those farmers who repaid their agricultural loans within the due date got a reduction in the interest amount through the program. അപ്പോൾ ഈ പ്രോഗ്രാം, ഈ ലോ ഇൻട്രസ്റ്റ് റേറ്റ് ഫോർ അഗ്രികൾച്ചർ ലോൺസ് എന്ന് പറയുന്ന പ്രോഗ്രാം വഴി ഈ ഫാർമേഴ്സ് ലോൺ എടുത്താൽ അത് തിരിച്ചടയ്ക്കുമ്പോൾ അതിൻ്റെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കുറച്ച് കൊടുക്കുന്ന സിസ്റ്റം 2007 and 2008 ഇങ്ങനെ ഒരു സിസ്റ്റം നടപ്പിലാക്കിയത്. ദെൻ അടുത്തതാണ് ലോൺ റിട്ടേൺ ഓഫ് എന്ന് പറഞ്ഞത്, എഴുതിത്തള്ളുക എന്ന് പറയുന്നത്. കടം എഴുതിത്തള്ളുക, കാർഷിക കടങ്ങളെല്ലാം എഴുതിത്തള്ളുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. ഇതും ഗവൺമെൻറ് അഗ്രികൾച്ചറിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട്, അഗ്രികൾച്ചറിൻ്റെ ഫ്ലറിഷ് ചെയ്യുന്നതിന് വേണ്ടി, ഡെവലപ്മെൻറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള പ്രോഗ്രാംസാണ്. Both the central and state government took steps to return off bad debts of the farmers who had no means of repayment. അല്ലേ, ഫാർമേഴ്സിനെ യാതൊരു രീതിയിലും തിരിച്ചടയ്ക്കാൻ ഉള്ള ഒരു ഫെസിലിറ്റി ഇല്ല, ഫാർമേഴ്സിന് ഒരു രീതിയിലും അതിൻ്റെ പൈസ തിരിച്ചടയ്ക്കാൻ കഴിയില്ല എന്നുള്ളതും മനസ്സിലാക്കുമ്പോൾ അത്തരത്തിലുള്ള ഫാർമേഴ്സിൻ്റെ കടങ്ങളെല്ലാം എഴുതിത്തള്ളുന്നതിന് വേണ്ടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദിസ് ഹെൽപ്ഡ് ദ ഫാർമേഴ്സ് ഹൂ വേർ on the verge of suicide as they had no way to paying back both the loan and interest. അല്ലേ, ഫാർമേഴ്സ് പലപ്പോഴും പല വിഷമങ്ങളും ബുദ്ധിമുട്ടൊക്കെ നേരിടുന്ന ഫാർമേഴ്സിനെ അവർ പലപ്പോഴും സൂയിസൈഡ് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ആ സൂയിസൈഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ട്, അവർക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടി ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് നടപ്പിലാക്കുമ്പോൾ അത് ഫാർമേഴ്സിനെ സംബന്ധിച്ച് വളരെ നല്ല ഒരു കാര്യമാണ്. അപ്പോൾ ലോൺ റിട്ടേൺ ഓഫ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ചാപ്റ്ററിൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കിയിരിക്കുന്നത് റൂറൽ ഡെവലപ്മെൻ്റ് ആണ്. റൂറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഗ്രാമീണ മേഖലയുടെ വികസനമാണ്. നമ്മൾ അതിൽ ഗ്രാമീണ മേഖല നേരിടുന്ന, റൂറൽ ഏരിയ നേരിടുന്ന പ്രധാനമായിട്ടുള്ള വെല്ലുവിളികൾ എന്തെല്ലാമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ ക്രെഡിറ്റ് സിസ്റ്റത്തിൽ അതിനെ ക്രിട്ടിക്കലായിട്ട് ഇവാലുവേറ്റ് ചെയ്തു. ദെൻ അഗ്രികൾച്ചർ മാർക്കറ്റിംഗ് സിസ്റ്റത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. കാരണം പലപ്പോഴും ഫാർമേഴ്സ് പ്രൊഡ്യൂസ് ചെയ്ത പ്രോഡക്റ്റ് അത് വിറ്റഴിക്കേണ്ട മാർക്കറ്റുകളെ കണ്ടെത്തിയിട്ടില്ലെങ്കിൽ പലപ്പോഴും ഫാർമേഴ്സ് സൂയിസൈഡ്, അല്ലെങ്കിൽ അവർക്ക് നല്ലൊരു റെമ്യൂണറേഷൻ അല്ലെങ്കിൽ ഫെയർ പ്രൈസ് അവർക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ മാർക്കറ്റിംഗ് സിസ്റ്റം, അതിൽ നമ്മൾ അപ്പിന് വേണ്ടി റസിത്ത് ബസാർ, ഉഴവർ മണ്ടീസ് അല്ലെങ്കിൽ ഉഴവർ സന്ദീസ് എന്ന് പറയുന്ന രീതിയിലുള്ള നമ്മൾ മാർക്കറ്റിംഗ് സിസ്റ്റംസൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മൾ റൂറൽ ഡെവലപ്മെൻറ്റിനെ കുറിച്ചുള്ള ഒരു ഓൾറൗണ്ട് വ്യൂ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അടുത്തൊരു പുതിയ ചാപ്റ്ററുമായിട്ട് നമുക്ക് വരാം. ഓക്കെ, സീ യു മൈ ഡിയർ സ്റ്റുഡൻസ്.